Hello my dear students, welcome to K2 Online Study App. So അപ്പം ഇന്ന് നമ്മൾ എടുക്കുന്ന പുതിയ സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ മെക്കാനിക്കലോ സിവിലോ എല്ലാം പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആവേണ്ടതാണ് ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 4 കൊല്ലത്തെ നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ ഒരു സിനോപ്സിസ്, എന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ട്രേഡിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ്, ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ പഠിക്കുന്നത്, അങ്ങനെ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു ലൈറ്റ് തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈസ് അബൌട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് 2 മൊഡ്യൂളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ട എൻറ്റയർ സിലബസിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഒരു ടോപ്പിക് നമുക്ക് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് ഈസ് അബൌട്ട് തെർമോഡൈനാമിക് സൈക്കിൾസ്. അപ്പോൾ തെർമോഡൈനാമിക് സൈക്കിൾസ് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് IC എഞ്ചിൻസ്. സോ ഇവിടെ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പം ആദ്യം നമ്മൾ എന്ത് പഠിക്കുക, IC എഞ്ചിൻസിനെ പറ്റി പഠിക്കുക. IC എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വണ്ടി ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ്, നമ്മൾ കാണുന്ന ബൈക്ക്, കാറ്, ഇതെല്ലാം ഇന്റേണലി കമ്പസ്റ്റൻ എഞ്ചിൻസ് ആണ്, ഇന്റേണൽ ആയിട്ട് ഫയറിംഗ് നടക്കുന്ന എഞ്ചിൻസ് ആണ് ഈ പറയുന്ന. ഓക്കെ, സോ ദെൻ നമുക്ക് വരുന്നതാണ് റെഫ്രിജറേഷൻ. അപ്പൊ നമുക്ക് 1, 2, 3 ടോപ്പിക്സ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ. ഈ 3 എണ്ണത്തിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഇനി ഇതിനകത്ത് ആദ്യം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു IC എഞ്ചിൻ ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സൈക്കിൾ അനാലിസിസിലോട്ട് പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പോർഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും, അതിന്റെ ആപ്ലിക്കേഷൻ പിടികിട്ടും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇത് രണ്ടും കവർ ചെയ്യും. സോ അതുകൊണ്ട് ഒരു കഥ പോലെ നിങ്ങൾക്ക് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ മനസ്സിലാവും. ഇതിനകത്ത് കാണാതെ പഠിത്തം എന്ന് പറഞ്ഞ ഒരു സംഗതി ഒന്നുമില്ല. ഓരോ സംഗതികളും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പോകുന്ന ആ ഒരു ഫീൽഡിന് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. സോ ഇതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി പഠിക്കും. ഇതിലൊന്നും കാണാതെ പഠിത്തം എന്നൊരു കാര്യം നമ്മുടെ ക്ലാസ്സിലില്ല. ഓരോന്നിനും ഓരോ പ്രാക്ടിക്കൽ അനാലിസിസും ഇതെന്തിനാണ് ഏതിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ സിലബസ്, എൻറ്റയർ സിലബസ്. മൊഡ്യൂൾ 1ഉം 2ലും പഠിക്കുന്നത് കണ്ടോ. മൊഡ്യൂൾ 1ൽ നമുക്ക് 3 ടോപ്പിക് ഉണ്ട്, IC എഞ്ചിൻസും സൈക്കിൾസും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. മൊഡ്യൂൾ 2ൽ വരുന്നതാണ് പമ്പ്, ഗിയർ, പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ്. ഈ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, കാസ്റ്റിംഗ്, നമ്മൾ കാസ്റ്റ് ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഫോർജിങ്, നമ്മൾ ഈ കൊല്ലന്റെ ആലയിൽ പോയി അടിച്ച് പരത്തി സാധനങ്ങൾ ഷേപ്പ് മാറ്റുന്നത് കണ്ടിട്ടുണ്ടാവും. പിന്നെ റോളിങ്, 2 റോളിങ്ങിന്റെ ഇടയിൽ കൂടെ നമ്മൾ പാർട്സ് കയറ്റി വിടുമ്പോഴേക്കും ഇതെന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിലോട്ട് മാറ്റുന്ന പ്രോസസ്സ്. എക്സ്ട്രൂഷൻ, വെൽഡിങ്, സോൾഡറിങ്, ബ്രേസിങ്, ഇതെല്ലാം മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് വരുന്നത്. അപ്പൊ അവിടെയും നമുക്ക് 3 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്, പമ്പ്സ്, ഗിയർ, മാനുഫാക്ചറിങ് പ്രോസസ്സും പിന്നെ മെഷീനിങ്, ലെയ്ത്ത്, ഡ്രില്ലിങ്, മില്ലിങ്, CNC, 3D പ്രിന്റിംഗ് ഒക്കെ. അപ്പം 2 മൊഡ്യൂൾസ് ആണ് നമുക്ക് മെക്കാനിക്കലിൽ വരുന്നത്. അതിൽ 2 ടോപ്പിക്സ് നമ്മളിപ്പോൾ കണ്ടു. ഇനി നിങ്ങളുടെ എക്സാമിന് 60 മാർക്കിനാണ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നത്. 30-40 മാർക്ക് നിങ്ങളുടെ ഇന്റേണൽ ആണ്. അപ്പൊ ഈ 60ൽ 30 മാർക്ക് മെക്കാനിക്കലും 30 മാർക്ക് സിവിലും, ഇങ്ങനെ 2 പോർഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 2.5 മണിക്കൂറാണ് എൻറ്റയർ പരീക്ഷയുടെ സമയം. അപ്പൊ ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. ഓക്കെ, അപ്പൊ ഇനി പാർട്ട് എയിലും പാർട്ട് ബിയിലും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് നോക്കാം. അതായത് മൊഡ്യൂൾ 2ലെ പാർട്ട് ബി ആണ് ഈ 2 കാണിച്ചിരിക്കുന്നത്. അപ്പൊ 4 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഇത് ഓർ ചോയ്സ് ആണ്. 5ൽ 2 AB ഉണ്ട്, 6ൽ 1 എണ്ണം മാത്രമേ ഉള്ളൂ, അതിന് 9 മാർക്കാണ്. സോ ഇതിൽ നിന്ന് 9 മാർക്ക് കിട്ടും, ഇതിൽ നിന്ന് 9 മാർക്ക് കിട്ടും, 9. ഇവിടെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പൊ എത്ര മാർക്കാണ്, സോറി, പെർ ക്വസ്റ്റ്യൻ 3 മാർക്സ്. അപ്പൊ ടോട്ടൽ 4 × 3 12 മാർക്സ്. അപ്പൊ നമുക്ക് ടോട്ടലി ഇവിടെ കിട്ടുന്നത് 30 മാർക്ക്, 12 + 18 അല്ലേ. അപ്പം 30 മാർക്കിനാണ് നമ്മുടെ മെക്കാനിക് IME, ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചോദിക്കുന്ന മാർക്സ്. ക്ലിയർ? അപ്പൊ അതിൽ 4 A പാർട്ട് ക്വസ്റ്റ്യൻ, അതായത് 3 മാർക്കിന് 2 മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച്, ഇത് രണ്ടും
ഫസ്റ്റ് മൊഡ്യൂള്, ഇത് രണ്ടും സെക്കൻഡ് മൊഡ്യൂള്, ഇതൊരെണ്ണം മൊഡ്യൂൾ 1 അല്ലേ, ഇതൊന്ന് മൊഡ്യൂൾ 2. ഓക്കെ, മൊഡ്യൂൾ 2. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ. 30 മാർക്കിന് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതില് ഈ മൊഡ്യൂൾ 1 ചോദിക്കുന്ന കണ്ടന്റിൽ ഏതൊക്കെ വരും? ഞാൻ ഈ പറഞ്ഞ IC എഞ്ചിൻ വരും, സൈക്കിള് വരും, റെഫ്രിജറേഷൻ വരും. ഇങ്ങനെ 3 നമ്മൾ പറഞ്ഞതിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് IC എഞ്ചിനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം, തെർമോഡൈനാമിക് സൈക്കിളിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, റെഫ്രിജറേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ കണ്ടോ ചോദിച്ചിരിക്കുന്ന കാർനോട്ട് സൈക്കിളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ, അത് ഏതാണ്? IC എഞ്ചിന്റെ ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ 9 മാർക്സിന് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ചോദിച്ചിട്ടുണ്ട് ഫ്രം IC എഞ്ചിൻ. ആൻഡ് കാർനോട്ട് എഞ്ചിന്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഏത് ചോദിച്ചിട്ടില്ല? റെഫ്രിജറേഷൻ. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യന്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ചോദിച്ചില്ല. അപ്പൊ ഇനി അടുത്ത് വരുന്നതിൽ ഇതിൽ ഏതെങ്കിലും പോയിട്ട് ഏതായിരിക്കും വരുന്നത്? നമ്മുടെ റെഫ്രിജറേഷനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോ ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി മൊഡ്യൂൾ 2 നമുക്ക് നോക്കുമ്പോൾ പഠിക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എടുക്കാം. ഞാൻ പറഞ്ഞു ഏത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിൽ സ്റ്റാർട്ട് വിത്ത് IC എഞ്ചിൻസ്. അപ്പോൾ IC എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? IC എഞ്ചിൻസ് ആർ കോൾഡ് ഇന്റേണൽ. IC എഞ്ചിന്റെ ഫുൾ ഫോം എന്താണ്? IC മീൻസ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ്. ഇന്റേണലി കമ്പസ്റ്റ് ചെയ്യുന്ന എഞ്ചിൻസിനെയാണ് നമ്മൾ IC എഞ്ചിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ എഞ്ചിൻസ് എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലെ? വണ്ടി പോകുന്ന ഒരു ബൈക്കിന്റെ എഞ്ചിൻ, ആ എഞ്ചിനകത്ത് എന്തുണ്ടാവും? ഒരു പിസ്റ്റൺ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, നമ്മൾ പെട്രോൾ അടിക്കുന്നു, ആ പെട്രോൾ പോയി അതിനകത്ത് ഒരു എക്സ്പ്ലോഷൻ നടന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? പവർ വെളിയിൽ കിട്ടുന്നു, നമ്മുടെ ടയർ കറങ്ങുന്നു. ഇത് നമുക്ക് പെട്രോൾ ഒഴിക്കുന്നു എന്നറിയാം, വണ്ടി ഓടുന്നു എന്നറിയാം, ടയർ റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ആസ് എ മെക്കാനിക്കൽ ഓർ സിവിൽ എഞ്ചിനീയർ നമ്മൾ എന്ത് ചെയ്യും? സൈഡ് നടക്കുന്ന പ്രോസസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കണം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ കമ്പഷൻ എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നു, എങ്ങനെ ഫ്യൂവല് ബേൺ ആയി കൺട്രോൾഡ് ആയിട്ട് എക്സ്പ്ലോഡ് ആയി ഒരു റോട്ടറി മോഷൻ ആക്കാൻ ഫൈനലി പറ്റുന്നു. ഇതാണ് നമ്മൾ IC എഞ്ചിൻ പഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് അതിന്റെ വേരിയസ് കോമ്പോണൻസും ഇതിന്റെ വർക്കിങ്ങും അറിയണം. അതിനായിട്ട് ഈ ഒരു ആനിമേഷൻ ഒന്ന് നോക്കുക. സോ നമുക്കിവിടെ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സി ഫസ്റ്റ് ഉള്ളത് ഏതാണ്? ഇൻടേക്ക് സ്ട്രോക്ക്. ഈ ഇൻടേക്ക് സ്ട്രോക്കിന്റെ സമയത്ത് കണ്ടോ, ഇവിടെ നിന്ന് ഫ്യൂവലും എയറും കൂടെ ഉള്ള മിക്സ്ചർ ഏതിനകത്തോട്ട് വരുന്നു? നമ്മുടെ സിലിണ്ടറിനകത്തോട്ട് വരുന്നു. അപ്പൊ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു. അതായത് നമ്മൾ ഈ സിലിണ്ടറിൽ സിറിഞ്ചൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബ്ലഡ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കാണാം, നമ്മൾ ഒരു നീഡിൽ കുത്തിയിട്ട് നമ്മൾ ഇത് വലിക്കുന്ന സമയത്ത് ഫ്ലൂയിഡ് അതിനകത്ത് കയറും. സെയിം പ്രോസസ് ആണ് ഒരു പിസ്റ്റൺ സിലിണ്ടറിൽ നടക്കുന്നത്. അതായത് ഒരു സിലിണ്ടറിനെ, ഒരു പിസ്റ്റനെ നമ്മൾ സിലിണ്ടറിനകത്ത് വലിക്കുമ്പോൾ ഒരു ഇവാക്യുവേഷൻ വരുന്നു. ആ വാക്വം പ്രഷറിലോട്ട് എന്ത് ആഡ് ആവുന്നു? നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറുന്നു. അപ്പൊ ക്ലിയർ ആണല്ലോ, ഇൻടേക്ക് കയറി. ഏതൊക്കെയാണ് കയറുന്നത്? എയറും ഫ്യൂവലും കൂടെ അകത്തോട്ട് കയറുന്നു. ദെൻ അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. അതായത് ഈ എയർ ഫ്യൂവൽ മിക്സർ എന്ന് പറയുന്നത്, നമ്മൾ ഈ പടക്കം ഉണ്ടല്ലോ, ദീപാവലിക്കൊക്കെ നമ്മൾ ക്രാക്കേഴ്സ് പൊട്ടിക്കും, നല്ല ബോംബ് പോലത്തെ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ല ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെയാണ് പൊട്ടുന്നതെന്ന്? അതായത് ഒന്നുമില്ല, ഇതിനകത്ത് നമ്മൾ കുറച്ച് കരിമരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വയ്ക്കുന്ന കെമിക്കൽ എങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യുന്നു? നമ്മൾ ഇതിനെ എടുത്ത് വെറുതെ ഈ മരുന്നിനെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ലൈറ്റർ ചെയ്ത് നിങ്ങൾ നോക്കുക, ചുമ്മാ എന്ന് പറഞ്ഞാൽ കത്തിപ്പോവും. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ലൗഡ് എക്സ്പ്ലോഷനോടെ ഇത് എന്തുകൊണ്ട് പൊട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് കംപ്രഷൻ. ഓക്കെ, അതായത് നമ്മൾ ഈ മരുന്നിനെ എത്രത്തോളം പേപ്പർ വെച്ച് റൗണ്ട് ചെയ്യുന്നോ, ടൈറ്റ് ചെയ്യുന്നോ, ആ ടൈറ്റ്നെസ്സിനനുസരിച്ച് ഇത് കംപ്രസ്ഡ് ആവുന്നു. സോ ഇത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ വലിയ ശബ്ദത്തോടെ ഭയങ്കര മാസീവ് പവറോടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലോഡ് ചെയ്യുന്നത്. സെയിം പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ഒരു IC എഞ്ചിനിൽ നടക്കുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പൊ നമ്മൾ ഇൻടേക്ക് എടുത്ത എയർ ഫ്യൂവൽ മിക്സ്ചർ, അതാണ് നമ്മുടെ മരുന്ന്, ഏത് കെമിക്കല്. അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ പടക്കം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കെട്ടി 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 ടൈറ്റ് ചെയ്യുന്ന പോലെ അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ കംപ്രസ് ചെയ്യുന്നു. സി ദി സെക്കൻഡ് സ്ട്രോക്ക് ഈസ് കംപ്രഷൻ. ആൻഡ് ഈ കംപ്രസ് ചെയ്ത് നമ്മൾ ഒരു ചെറിയ വോളിയത്തിൽ എത്തിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് എന്തായി? കംപ്രസ്ഡ് ആയി ഹെവി പ്രഷറിൽ നിൽക്കുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെറിയൊരു സ്പാർക്ക്, നമ്മൾ ലൈറ്റർ കത്തിച്ചു കൊടുക്കുന്ന പോലെ സ്പാർക്ക് കൊടുക്കുന്നു, ആൻഡ് ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. ആ എക്സ്പ്ലോഷൻ കിട്ടുന്നതാണ് പവർ സ്ട്രോക്ക്. ഭയങ്കര പവറോടെ ഈ സാധനം പിസ്റ്റൺ എന്ത് ചെയ്യും? പുഷ് ചെയ്ത് താഴോട്ട് വരും. ആ താഴോട്ട് വരുമ്പോൾ
എന്ത് ചെയ്യും, നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടും. ദെൻ ഈ കരിഞ്ഞ ഗ്യാസസിന് എന്ത് ചെയ്യും, പിസ്റ്റൺ ഇപ്പൊ ഈ പവർ നടക്കുന്നു കഴിയുമ്പോൾ ഇതിനകത്തെല്ലാം ബേൺഡ് ഗ്യാസ് നിൽക്കും, കറുത്ത പുക. നമ്മൾ വണ്ടിയിൽ വെളിയിലോട്ട് വരുമല്ലോ, ഇത് തിരിച്ച് ഈ പിസ്റ്റൺ മേളിലോട്ട് പോകുമ്പോൾ ഈ പുക എന്ത് ചെയ്യും, നമ്മുടെ സൈലൻസർ വഴി വെളിയിൽ പോകും. ഇത്രയേ ഉള്ളൂ ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ കഥ. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞുകൂടെ 4 സ്ട്രോക്ക് ഏതൊക്കെയാണ്? വി ഹാവ് അവർ ഇൻടേക്ക് സ്ട്രോക്ക്, ദെൻ കംപ്രഷൻ സ്ട്രോക്ക്, ദെൻ പവർ സ്ട്രോക്ക് ആൻഡ് ദെൻ എക്സോസ്റ്റ് സ്ട്രോക്ക്. ഈ 4 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എൻജിൻസ് ഒക്കെ നിർത്താണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഓഫ് ചെയ്യുന്നു? സ്പാർക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോയി, പിന്നെ പൊട്ടാനില്ല. അങ്ങനെയാണ് ഈ പറയുന്ന 4 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് എന്താണ്, നമ്മുടെ കോമ്പോണൻസ് ആണ്. ഏതൊക്കെയാണ് ഇതിനകത്ത് ഒരു IC എഞ്ചിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് പാർട്സ്? ഇപ്പം നിങ്ങൾക്ക് ഇനി ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഏതൊക്കെയുണ്ട്? നമുക്ക് ഒരു പിസ്റ്റൺ ഉണ്ട്, പിന്നെ എന്തുണ്ട്, സിലിണ്ടർ ഉണ്ട്. ഈ പിസ്റ്റൺ കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാവിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ പിസ്റ്റൺ ആയി, സിലിണ്ടർ ആയി, പിന്നെ ഇത് കണ്ടോ, ഈ പിസ്റ്റണും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ലിങ്ക്, അതിനെയാണ് നമ്മൾ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കണക്റ്റിംഗ് റോഡാണ് പിസ്റ്റണെയും ഏതിനെയും കൂടെ കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ക്രാങ്ക്. ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്. ഈ കണക്റ്റിംഗ് റോഡാണ് ഈ പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്കിന്റെ റോട്ടറി മോഷൻ ആക്കി മാറ്റുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്രാങ്ക്. ഓക്കെ. അപ്പൊ ഈ 4 ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ പാർട്സിൽ എഴുതേണ്ടത്. ഇനി വേറെ ഉണ്ട്. ഇപ്പൊ ദിസ് ഈസ് അവർ ക്രാങ്ക്. ഇനി ഈ ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ വരുന്ന ഗ്യാസ് വരുന്ന ഇവിടെ നിന്ന് ഒരു ചേംബർ ഉണ്ട്. ദിസ് ഈസ് കോൾഡ് അവർ ഇൻലെറ്റ് മാനിഫോൾഡ്. അപ്പൊ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എയർ ഫ്യൂവൽ മിക്സ്ചർ. പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ എയറും ഫ്യൂവലും മിക്സ്ചറും കൂടെ വരുന്ന ഈ ഒരു പാസേജിനെയാണ് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ദെൻ ഇതാണ് നമ്മുടെ ഇൻലെറ്റ് വാൽവ്. ഈ ഇൻലെറ്റ് വാൽവ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻലെറ്റ് വാൽവ് ആണ് ഓപ്പൺ ആയി ഈ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ നമ്മുടെ സിലിണ്ടറിനകത്തോട്ട്, എഞ്ചിനകത്തോട്ട് സക്ക് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. തുറന്നു കൊടുക്കും, അപ്പൊ ഇവിടെ വരുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ അകത്തോട്ട് പോകുന്നു. ദെൻ കംസ് അവർ എക്സോസ്റ്റ് വാൽവ്. എന്തിനാണ്, അവസാനത്തെ സ്ട്രോക്ക് കഴിഞ്ഞ് ബേൺ ഗ്യാസിന് പുറത്തോട്ട് പോകാനാണ് നമ്മുടെ എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ആൻ IC എഞ്ചിൻ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട, ഇതുപോലെ മനസ്സിലാക്കി ഈ ഒരു ആനിമേഷൻ നമ്മുടെ മനസ്സിൽ ഓർത്തിട്ട് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. സോ ഇതിന്റെ നോട്ടാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇതിന്റെ ഒരു സിമ്പിൾ ഫിഗർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഫിഗേഴ്സ് ഒന്നും വരയ്ക്കണ്ട. പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കുക, ഇതിനകത്ത് ഒരു പിസ്റ്റൺ കാണിക്കുക, ഈ പിസ്റ്റണെ ഇങ്ങനെ കാണിച്ചിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെന്ന് കാണിക്കുക. ഓക്കെ, ഇല്ല കഷ്ടപ്പെട്ട് മറ്റേ ഫിഗർ ഒന്നും ഓർത്ത് പഠിക്കേണ്ട, അതൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇത് ഇൻലെറ്റ് വാൽവ്, ഇത് എക്സോസ്റ്റ് വാൽവ്, ഇത് സ്പാർക്ക് പ്ലഗ്. ക്ലിയർ? അപ്പൊ ഈ ഒരു സിമ്പിൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്ത്, ഇത്ര സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിസ്റ്റൺ, ദിസ് ഈസ് അവർ സിലിണ്ടർ, then this is our connecting rod, this is our crank. ഇത്രയും വരച്ചങ്ങ് കാണിക്കുക. പാർട്സ് ഓഫ് ആൻ IC എഞ്ചിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക, ഈ പറഞ്ഞ കഥ എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലിണ്ടർ എന്താണ്, മെയിൻ ബോഡി, വേറെ എന്താണ്, പിസ്റ്റൺ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ പിസ്റ്റൺ എന്താണ്, സിലിണ്ടറിക്കൽ കമ്പോണന്റ് ദാറ്റ് റെസിപ്രോക്കേറ്റ്സ് ഇൻസൈഡ് ദി സിലിണ്ടർ. ഇപ്പൊ അറിയാം, ഇത് ട്രാൻസ്മിറ്റ് ദ ഫോഴ്സ് ഓഫ് എക്സ്പാൻഡിങ് ഗ്യാസസ് ടു ക്രാങ്ക് ഷാഫ്റ്റ് വിയ കണക്റ്റിംഗ് റോഡ്. അതായത് പവർ, ഗ്യാസസിന്റെ പവർ, ഗ്യാസ് ഫോഴ്സിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കണക്റ്റിംഗ് റോഡ്. ദെൻ സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്, നമ്മുടെ ഏതാണ്, വാൽവ്സും സ്പാർക്ക് പ്ലഗും എല്ലാം മൗണ്ട് ചെയ്തിരിക്കുന്ന ടോപ്പ് പോർഷൻ ഓഫ് ദി എഞ്ചിനെയാണ് നമ്മൾ സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ കണക്റ്റിംഗ് റോഡ് മനസ്സിലായി. ക്രാങ്ക് ഷാഫ്റ്റ് എന്താണ്, നമ്മുടെ റോട്ടറി മോഷൻ ആക്കുന്നത്. വാൽവ് ഏതൊക്കെയാണ്, എക്സോസ്റ്റ് വാൽവ്, ഇൻലെറ്റ് വാൽവും. സ്പാർക്ക് പ്ലഗ് എന്താണ്, പെട്രോൾ എഞ്ചിൻസിൽ പവർ ബേൺ ചെയ്ത് കൊടുക്കുന്നതാണ്. ഫ്യൂവൽ ഇഞ്ചക്ടർ ഫോർ ഡീസൽ എഞ്ചിൻ. നമ്മളിപ്പോൾ പെട്രോൾ എഞ്ചിൻ നോക്കിയത് കൊണ്ടാണ്, നിങ്ങൾ ഡീസൽ പഠിക്കുമ്പോൾ ഇഞ്ചക്ടറിനെ പറ്റി പഠിച്ചോളും. ക്യാം ഷാഫ്റ്റ്, ഈ വാൽവിനെ കൺട്രോൾ ചെയ്യുന്ന ഷാഫ്റ്റ്. അതായത് ഞാൻ പറഞ്ഞു നമുക്ക് 4 സ്ട്രോക്ക് ഉണ്ട്. ഇൻലെറ്റ് സ്ട്രോക്കിലായിരിക്കണം ഏത് ഓപ്പൺ ചെയ്യാൻ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവാൻ. ഇനി എക്സോസ്റ്റ് സ്ട്രോക്കിലായിരിക്കണം ഈ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യാൻ.
അപ്പൊ ഇതിനെ ആര് കൺട്രോൾ ചെയ്യും? അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ ക്യാം എന്ന് പറയുന്ന ഡിവൈസ്. അതൊരു മുട്ടയുടെ ഷേപ്പ് ഇരിക്കും. അതിങ്ങനെ കറക്റ്റ് അത് എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എഞ്ചിന്റെ ക്രാങ്ക് കറങ്ങുന്നതിനനുസരിച്ച് പവർ എടുത്ത് ആര് കറങ്ങും? ഈ പറയുന്ന ക്യാമും കറങ്ങും. അപ്പം എഞ്ചിൻ എന്തോരം കറങ്ങുന്നു എന്ന് ആർക്ക് മനസ്സിലാക്കാം? ഈ ക്യാമിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ കറക്റ്റ് പോയിന്റിൽ നമ്മുടെ ഏത് സ്ട്രോക്ക്, ഇൻലെറ്റ് സ്ട്രോക്ക്, ഫസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുന്ന സമയത്ത് ആര് മൂവ് ചെയ്യും? ക്യാം നമ്മുടെ ഇൻലെറ്റ് വാൽവിനെ ഓപ്പൺ ആക്കി കൊടുക്കും. ദെൻ എക്സോസ്റ്റ് വാൽവിനെയും ക്യാം ഫോർത്ത് സ്ട്രോക്കിൽ എക്സോസ്റ്റ് സ്ട്രോക്കിൽ ഓപ്പൺ ആക്കി കൊടുക്കുക. അതിനെയാണ് നമ്മുടെ ഡിവൈസ് എന്തെന്ന് പറയുന്നത്? ക്യാം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇനേർഷ്യ വീല്. അതായത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലാവും, ഇതിനകത്ത് ഔട്ട്പുട്ട് കിട്ടുന്ന ഏത് സ്ട്രോക്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം സക്ഷൻ എടുക്കുന്നു, അങ്ങോട്ട് പവർ കൊടുക്കണം, തിരിച്ച് കംപ്രസ് ചെയ്യണം, അതിനും അങ്ങോട്ട് പവർ കൊടുക്കണം. ഇത്രയും പുഷ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പവർ കൊടുത്താലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇനി പവർ സ്ട്രോക്ക് കിട്ടുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നത് ഏതിലാണ്? പവർ സ്ട്രോക്കിലാണ്. എക്സോസ്റ്റ് സ്ട്രോക്കിന് നമ്മൾ അങ്ങോട്ട് പണിയെടുക്കണം. അപ്പൊ 3 സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങോട്ട് പണിയെടുത്താലേ നമുക്ക് പവർ സ്ട്രോക്കിൽ മാത്രമാണ് തിരിച്ചെന്ത് കിട്ടുന്നത്? ഒരു വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഒരു ഇനേർഷ്യ ഉള്ള, ഇവിടെ നല്ലൊരു ഫ്ലൈ വീൽ വെയിറ്റ് ഉള്ള ഒരു വീൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഊഞ്ഞാലൊക്കെ ആട്ടി വിടുന്ന പോലെ ഒരു വലിയൊരു പുഷ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ കുറെ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമല്ലോ. അതേ ജോലിയാണ് ഫ്ലൈ വീൽ ചെയ്യുന്നത്. മാസമുള്ള ഒരു വീല് ഒരു പ്രാവശ്യം കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യും? കുറച്ച് പ്രാവശ്യം കറങ്ങും. അപ്പൊ ഈ പവർ സ്ട്രോക്കിൽ കിട്ടുന്ന സം എനർജി നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? വിൽ സ്റ്റോർ ഇറ്റ് ഇൻ ഫ്ലൈ വീൽ. എന്നിട്ട് ഫ്ലൈ വീലിന്റെ ആ റൊട്ടേഷൻ കാരണമാണ് ഏതൊക്കെ നടക്കുന്നത്? നമ്മുടെ സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്കും പിന്നെ എക്സോസ്റ്റ് സ്ട്രോക്കും. പവർ വരുമ്പോൾ എഗെയിൻ എന്തിന്റെ സ്പീഡ് കൂടും? ഫ്ലൈ വീലിന്റെ സ്പീഡ് കൂടും. അപ്പൊ ഇതാണ് നമ്മുടെ എത്ര കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 10 എണ്ണം പഠിച്ചു വെച്ചേക്കാൻ നിങ്ങൾക്ക് ഒരു 8 എണ്ണം എഴുതാൻ പറ്റിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് തീർന്നു? നമ്മുടെ IC എഞ്ചിന്റെ കമ്പോണൻസ് കഴിഞ്ഞു. ഇനി അടുത്ത നോമൻക്ലേച്ചർ. എന്താണ് ഈ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്? ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ബോർ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ. പിസ്റ്റൺ നമ്മൾ നേരത്തെ കണ്ടു, ഇങ്ങനെ ഇരിക്കുന്ന സാധനം. ഇതിനെ നമ്മൾ മോളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എന്തായിട്ടായിരിക്കും ഇരിക്കുന്ന? ഒരു സർക്കിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിനൊരു എന്തുണ്ട്? പിസ്റ്റൺ ഒരു ഡയമീറ്റർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുന്നത്. പിന്നെ പിസ്റ്റന്റെ ഏരിയ എന്ന് പറയുന്നത് A = എന്താണ്? π/4 d². ഈ d എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡയമീറ്റർ ഓഫ് ദി പിസ്റ്റൺ. ഓക്കെ. ദെൻ ഡയമീറ്റർ ഓഫ് ദി പിസ്റ്റൺ ക്യാപിറ്റൽ D ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ D² വരും. ഓക്കെ. ദെൻ സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഈ പിസ്റ്റൺ മേളിൽ നിന്ന് താഴോട്ട് ഒരു ലെങ്ത് വരും അല്ലെ? അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോൾ ഒരു ലെങ്ത് ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് സ്ട്രോക്ക് ലെങ്ത്. പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ TDC, ഇതാണ് നമ്മുടെ BDC. അപ്പം ഈ BDCക്കും TDCക്കും ഇടയിലാണ് പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത്. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ്സ് കോൾഡ് അവർ സ്ട്രോക്ക് ലെങ്ത് L. ക്ലിയർ? ദെൻ അടുത്ത പഠിക്കേണ്ടതാണ് സ്വെപ്റ്റ് വോളിയം, ഡിസ്പ്ലേസ്മെന്റ് വോളിയം. സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ IC എഞ്ചിന്റെ ഇക്വേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക? ഈ സ്വെപ്റ്റ് വോളിയം എന്താണ്, ക്ലിയറൻസ് വോളിയം എന്താണ്? അപ്പൊ ഇതാണ് നമ്മുടെ പിസ്റ്റൺ. ഈ പിസ്റ്റൺ ഒരിക്കലും എവിടെ പോയി ഇടിക്കൂല? മേളില് നമ്മുടെ സിലിണ്ടർ ഹെഡ്, ഇതിനെയാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. വേറെ അക്കോമഡേറ്റ് ചെയ്തൊക്കെയാണ് നമ്മുടെ ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, സ്പാർക്ക് പ്ലഗ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഏതെങ്കിലും ഒന്ന് ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പൊ ഒരിക്കലും പിസ്റ്റൺ പോയി ഏറ്റവും മുകളിൽ ഇടിച്ചിട്ടല്ല താഴോട്ട് വരുന്നത്. ഇറ്റ് ലീവ്സ് സം സ്പേസ്. ഈ സ്പേസിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്, VC. ക്ലിയർ? അപ്പൊ പിസ്റ്റൺ ശരിക്കും റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന ഏത് തൊട്ട് ഏത് വരെ ആയിരിക്കും? ഇത് തൊട്ട് ഇതുവരെ. ഇതാണ് അതിന്റെ ഫൈനൽ പൊസിഷൻ എങ്കിൽ ഇത് തൊട്ട് ഇതുവരെയാണ് നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്? റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നെ മനസ്സിലായി, നമ്മൾ സിറിഞ്ച് പകുതി വലിച്ചു വെച്ചിട്ട് ബാക്കിയും കൂടെ വലിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഓൾറെഡി വലിച്ചു വെച്ച അത്രയും പോർഷനിൽ ബ്ലഡ് കയറുമോ? ഇല്ല. നമ്മൾ തുടക്കത്തിൽ നിന്നേ ഫുൾ വലിച്ചാലേ ഫുൾ ക്വാണ്ടിറ്റി ബ്ലഡ് കയറുള്ളൂ. നമ്മൾ സിറിഞ്ചിന്റെ പകുതി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി വലിച്ചു കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് അതേ കയറുള്ളൂ. സെയിം പ്രോസസ് ആണ് ഇവിടെ. ഇത്രയും ഏരിയയിൽ എന്തുണ്ടാവില്ല? കയറില്ല. ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് എന്തേ ഉള്ളൂ? വോളിയം ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ ഇവിടെ കയറുന്നുള്ളൂ. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്വെപ്റ്റ് വോളിയം. അപ്പം
ടോട്ടൽ വോളിയം ഓഫ് സിലിണ്ടറിനകത്തുള്ളതിൽ പിസ്റ്റൺ വലിക്കുന്ന ഏരിയയിൽ കിട്ടുന്ന എയർ ഫ്യൂൽ മിക്സർ വെച്ചിട്ടാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. എൻറ്റയർ സിലിണ്ടറും എന്താവുന്നില്ല, ഈ പറയുന്ന ഫ്യൂല് വെച്ച് ഫില്ല് ആവുന്നില്ല. ഓക്കെ, സോ ആ കിട്ടുന്ന ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്വെപ്റ്റ് വോളിയം. അപ്പൊ സ്വെപ്റ്റ് വോളിയം ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്ലിയറൻസ് വോളിയം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് ഈ റിമൈനിങ് സ്പേസ്? The volume remaining inside the cylinder when the piston is at top dead center. അതായത് ടി ഡി സിയിൽ ഇരിക്കുമ്പോഴും ഇവിടെ റിമൈനിങ് ആവുന്ന സ്പേസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്ലിയറൻസ് വോളിയം. ഓക്കെ, സ്വെപ്റ്റ് വോളിയം എന്തായിരുന്നു? വോളിയം ഡിസ്പ്ലേസ്ഡ് ബൈ ദി പിസ്റ്റൺ ഡ്യൂറിങ് വൺ സ്ട്രോക്ക്. വൺ സ്ട്രോക്കിൽ എത്ര വോളിയം അത് ഇൻടേക്ക് എടുക്കുന്നു, അതിനെയാണ് നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് കംപ്രഷൻ റേഷ്യോ, ആർ. ആർ എന്ന് പറയുന്നത് V1/Vc. V1 എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ്. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിനകത്ത് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോളിയം. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ അപ്പൊ എന്ത് വരും? VC + VS. ക്ലിയറൻസിന്റെയും സ്വെപ്റ്റ് വോളിയത്തിന്റെ സം ആണ് നമ്മുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. സോ V1 is equal to എങ്ങനെ എഴുതാം നമുക്ക്? VS + VC എന്ന് എഴുതാം. സോ R compression ratio is defined as the ratio between total volume and clearance volume. So VS + VC/VC. അപ്പൊ ഇതിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. R is called the compression ratio. അപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക, ഹയർ കംപ്രഷൻ എത്രത്തോളം കംപ്രഷൻ റേഷ്യോ R കൂടുക അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് ദി എൻജിൻ കൂടും. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ്, ഇത് സ്ഥിരം ചോദിക്കുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. എഴുതാനായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് എഴുതാൻ എളുപ്പമാണ്. ഒറ്റ പേജിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ വരയ്ക്കുമ്പോൾ ഈ 4 ഡയഗ്രാം ആദ്യം വരയ്ക്കുക. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഡയഗ്രാമും സ്ട്രോക്സും ഒക്കെ മനസ്സിലാവും. നമ്മൾ ആനിമേഷനിൽ കണ്ട അതേ കാര്യമാണ്. നമുക്കുള്ള 4 സ്ട്രോക്ക് ഏതൊക്കെയാണ്? വി ഹാവ് ദി സക്ഷൻ സ്ട്രോക്ക്, then we have our compression stroke, then we have power stroke, then exhaust stroke. ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് ഈ 4 സ്ട്രോക്കും നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ഏതൊക്കെയാണ്? സക്ഷൻ അല്ലെങ്കിൽ ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അപ്പം ഇനി ഇതിനകത്ത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ വാൽവ് മൂവ്മെന്റിനെ പറയണം. ഫസ്റ്റ് നടക്കുന്നത് ഏതാണ്? സക്ഷൻ സ്ട്രോക്ക്. സക്ഷനിൽ പിസ്റ്റൺ എവിടെ നിന്ന് എങ്ങോട്ട് വരും? ഈ ഇൻഫർമേഷൻ അവിടെ എഴുതുക. TDCയും BDCയും. എന്താണ് TDC? TDC is top dead center. ടോപ്പ് ഡെഡ് സെന്റർ, അതായത് നമ്മുടെ പിസ്റ്റൺ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന പൊസിഷനാണ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. താഴെ ഇരിക്കുന്ന പൊസിഷനാണ് ബോട്ടം ഡെഡ് സെന്റർ. BDC is ബോട്ടം ഡെഡ് സെന്റർ. അപ്പം ഏത് ക്വസ്റ്റ്യനിൽ പിസ്റ്റന്റെ മൂവ്മെന്റ് ചോദിച്ചാലും നമ്മൾ പറയേണ്ട ഇൻടേക്ക് സ്ട്രോക്കിൽ പിസ്റ്റൺ എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഫ്രം TDC to BDC. TDCന്ന് എങ്ങോട്ട് വരും? BDCയിലോട്ട് വരും. കംപ്രഷൻ സ്ട്രോക്കിൽ അപ്പൊ എന്ത് ഓപ്പൺ ആയിരിക്കും? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കണം. അപ്പൊ ഇത്രയും ക്രൈറ്റീരിയ ആണ് നമ്മൾ ഏത് പറയാൻ. സക്ഷൻ സ്ട്രോക്കിൽ എന്ത് നടക്കുന്നു? സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ ട്രാവൽസ് ഫ്രം ഏതാണ്? TDC to BDC ആൻഡ് ദി ഇൻലെറ്റ് വാൽവ് ഓപ്പൺസ് റിമൈൻ ഓപ്പൺഡ്. എക്സോസ്റ്റ് വാൽവിന്റെ പൊസിഷൻ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. എന്നാലേ എയർ ഫ്യൂൽ മിക്സറിന് ഏതിനകത്തോട്ട് വരാൻ പറ്റുള്ളൂ? നമ്മുടെ ക്യാവിറ്റിക്ക് അകത്ത് വന്ന് ഫിൽ ആവാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സ്ട്രോക്ക് എന്താണ്? കംപ്രഷൻ സ്ട്രോക്കിൽ BDCയിൽ ഇരിക്കുന്ന പിസ്റ്റൺ എങ്ങോട്ട് പോകും? TDCയിലോട്ട് പോകും, കംപ്രസിങ് ദി എയർ ഫ്യൂൽ മിക്സ്ചർ. അപ്പൊ ഏതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും? ഇൻലെറ്റ് വാൽവ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് ഷുഡ് ബി ക്ലോസ്ഡ്. ആൻഡ് പവർ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കും? പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സ്പാർക്ക് വരും. അത് എന്ത് ചെയ്യും? നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് എക്സ്പ്ലോഡ് ചെയ്യും. വിൽ ഗെറ്റ് പവർ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ പിസ്റ്റൺ എവിടെ നിന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്യും? ട്രാവൽസ് ഫ്രം TDC ടു എന്താണ്? BDC. ക്രാങ്കിന്റെ പൊസിഷൻ കണ്ടോ? ക്രാങ്ക് എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ക്രാങ്ക് ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പിസ്റ്റൺ താഴോട്ട് വരുന്നു. അപ്പൊ താഴോട്ട് ഇതാണ് നമ്മുടെ ക്രാങ്കിന്റെ പൊസിഷൻ. നമ്മൾ മറ്റേ വീഡിയോയിൽ കണ്ട അതേ കാര്യമാണ്. ഓക്കെ, കംപ്രഷൻ സ്ട്രോക്കിൽ എന്ന് പറയുമ്പോൾ ഇത് മുകളിലോട്ട് പുഷ് ചെയ്യുന്നു, തിരിച്ച് പവർ സ്ട്രോക്കിൽ ഇത് താഴോട്ട് വരുന്നു, തിരിച്ച് മുകളിലോട്ട്. എക്സോസ്റ്റ് സ്ട്രോക്കിൽ ഇപ്പൊ ക്രാങ്ക് കറങ്ങി നമ്മുടെ BDCയിൽ ഇരിക്കുന്ന സാധനം എക്സോസ്റ്റ് വന്ന് എവിടെ പോകും? TDCയിൽ പിസ്റ്റൺ എത്തുന്നു, വെളിയിൽ എക്സോസ്റ്റ് ആവുന്നു, ദെൻ എഗെയിൻ ഇവിടെ വരുന്നു, തിരിച്ച് താഴോട്ട് വരും. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമുക്കൊരു 9 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിന്റ്സ്.
ഈ 4 ഫിഗർ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സപ്ലി ആവുന്നത് കുറവാണ്. എന്നാലും സപ്ലി വരുന്ന പേപ്പറാണ്, എല്ലാവർക്കും കിട്ടുന്ന പേപ്പർ ഒന്നുമല്ല. ആ കിട്ടാതെ പോകുന്ന ഒരു 90% സ്റ്റുഡൻസിനും മെയിൻ ഇഷ്യൂ അവർ ഫിഗേഴ്സ് വരയ്ക്കില്ല. അപ്പൊ ഫിഗർ വരയ്ക്കാണ്ട് IME എക്സാം എഴുതി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് ഈ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ നിങ്ങൾക്ക് 9 മാർക്കിൽ ഒരു 6 മാർക്ക് കിട്ടും. ഏത് മതി? ഈ 4 ഫിഗറും അതുപോലെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഫിഗർ വരയ്ക്കാൻ മനസ്സിലായി. ക്രാങ്കിന്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഇത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഇതുപോലെ അത് ഡിനോട്ട് ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ പറയുന്ന കാര്യങ്ങൾ. സക്ഷൻ സ്ട്രോക്കിൽ എന്താണ്, പിന്നെ എഴുത്ത് വെറും 3 മാർക്കിന്റെ കേസേ ഉള്ളൂ. അതാദ്യം BDC TDC, വാൽവ് എന്താണ്, ഓപ്പൺ ആണ്, എയർ ഫ്യൂൽ മിക്സർ അകത്ത് കയറുന്നു. കംപ്രഷൻ സ്ട്രോക്കിൽ BDCന്ന് TDCയിലോട്ട് പോകുന്നു, 2 വാൽവും ക്ലോസ്ഡ് ആണ്. എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യും, കംപ്രസ്ഡ് ആവും, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. തിരിച്ച് പവർ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കും, സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ചെയ്യും, കംപ്രസ്ഡ് മിക്സ്ചർ പൊട്ടിത്തെറിക്കുന്നു. റാപ്പിഡ് കമ്പഷൻ പ്രൊഡ്യൂസസ് വെരി ഹൈ പ്രഷർ ഇൻസൈഡ് ദി സിലിണ്ടർ. Piston is pushed from TDC to BDC and this is the only power producing എന്താണ് സ്ട്രോക്ക്, അതായത് ഔട്ട്പുട്ട് പവർ കിട്ടുന്ന ഒരേ ഒരു സ്ട്രോക്ക് ആണ്. ബാക്കി എല്ലാത്തിനും നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം, പവർ കൊടുക്കണം. എക്സോസ്റ്റ് സ്ട്രോക്കിൽ പിസ്റ്റൺ മൂവ്സ് ഫ്രം BDC to TDC. എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും, ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും, ബേൺ ഗ്യാസസ് എക്സ്പെൽഡ് ഫ്രം ദി സിലിണ്ടർ. ക്ലിയർ ആണോ? ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പഠിക്കാൻ വളരെ എളുപ്പമാണ്, ഡീസൽ എഞ്ചിൻ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിന്റെ ഒരു PV ഡയഗ്രാം കൂടെ നോക്കുക. ഇത് നിങ്ങൾ ഓട്ടോ സൈക്കിൾ പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ സൈക്കിൾ അനാലിസിസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ 1 to 2 പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, 1 to 2 ഈസ് കംപ്രഷൻ. ഇവിടെ നമ്മൾ സക്ഷനും എക്സോസ്റ്റും സൈക്കിൾ അനാലിസിസിൽ എടുക്കില്ല. ഓക്കെ, നമ്മൾ ഏത് തൊട്ടേ തുടങ്ങുള്ളൂ, ഫസ്റ്റ് കംപ്രഷൻ ആണ്. 1 to 2 എന്ത് ചെയ്യും, കംപ്രസ് ചെയ്തെടുക്കുന്നു. 2 to 3 എന്ത് ചെയ്യും, നമ്മൾ ഹീറ്റ് അഡീഷൻ, ഹീറ്റിന് ആഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് വോളിയത്തിൽ എന്ത് കൊടുക്കുന്നത്, ഹീറ്റ് അഡീഷൻ. ഇവിടെ എന്ത് ചേഞ്ച് ആവുന്നില്ല, ഇതൊരു PV ഡയഗ്രാം ആണ്. പ്രഷർ വേഴ്സസ് എന്ത് ഡയഗ്രാം, വോളിയം ഡയഗ്രാം. കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് ഇൻക്രീസ് ചെയ്യും, പ്രഷർ കൂടും. പ്രഷർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടി അല്ലെ, ഇനീഷ്യൽ വാല്യൂ P1 ന്ന് P2 പ്രഷറിലോട്ട് പ്രഷർ കൂടി, വോളിയം എന്ത് ചെയ്തു, ഇവിടെ ഇരുന്ന ഇനീഷ്യൽ വോളിയം എന്തായി, ചുരുങ്ങി V2 വോളിയം, ചെറിയ വോളിയം ആയി. സോ 1 to 2 പ്രോസസ് റെപ്രസെന്റ്സ് ഏതാണ്, കംപ്രഷൻ സ്ട്രോക്ക്. ദെൻ 2 to 3 എന്ത് സംഭവിക്കും, നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഏതിനകത്ത്, നമ്മുടെ ഫ്യൂവൽ ബേൺ ചെയ്ത് ഹീറ്റ് കിട്ടുന്നു. അതാണ് 2 to 3 പ്രോസസ് ഈസ് ഹീറ്റ് അഡീഷൻ പ്രോസസ്. നൗ 3 to 4 എന്ന് പറയുന്നത് ഏതാണ്, 3 to 4 ഈസ് എക്സ്പാൻഷൻ. കംപ്രഷൻ വന്നതുപോലെ നമുക്ക് എന്തുകൊണ്ട് പിസ്റ്റൺ തിരിച്ചു വരുന്നു, സോ എക്സ്പാൻഷൻ പ്രോസസ്. ആൻഡ് 4 to 1 എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് റിജക്ഷൻ. കൊടുത്ത ഹീറ്റിനെ നമ്മൾ റിജക്ട് ചെയ്താലല്ലേ അടുത്ത വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹീറ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അഗെയിൻ ഹീറ്റ് റിജക്ഷൻ ഹാപ്പൻസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു PV ഡയഗ്രാം വരുന്നത് ഫോർ ആൻ എന്ത് സാധനം, പെട്രോൾ എഞ്ചിൻ. സൈക്കിൾ അനാലിസിസിൽ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ഞാനൊരു സൈക്കിൾ അനാലിസിസ് ഒരു ലൈറ്റ് തന്നേ ഉള്ളൂ, എങ്ങനെയാണ് സൈക്കിൾ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്, ഹൗ വി മാർക്ക് ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ എ PV ഡയഗ്രാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്തേ അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. അപ്പം നിങ്ങൾ ഒരു പെട്രോൾ എഞ്ചിൻ, നമ്മൾ കാണുന്ന ബൈക്കിലെല്ലാം നമ്മൾ അടിക്കുന്ന എന്താണ്, പെട്രോൾ ആണ്. അതേസമയം ചില കാറ്, പിന്നെ ലോറി, ബസ്, ഇതിലെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഡീസലാണ്. സോ നമുക്ക് 2 ഫ്യൂവലാണ് ഉള്ളത്, ഡീസൽ ഫ്യൂവലും ഉണ്ട്, പെട്രോൾ ഫ്യൂവലും ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് നമുക്ക് ഈ 2 ഫ്യൂവലിന്റെ ആവശ്യം? നമുക്ക് ഒരു ഫ്യൂവല് പോരെ, പെട്രോൾ മാത്രം പോരെ, എല്ലാം കത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് വലിയ വണ്ടികളിൽ നമ്മൾ ഡീസലും ചെറിയ വണ്ടിയിൽ നമ്മൾ പെട്രോൾ യൂസ് ചെയ്യുന്നത്? പെട്രോളിനാണെങ്കിൽ ഡീസലിനെ കാട്ടിയും വിലയും ഉണ്ട് അല്ലെ? ഇപ്പൊ ഏകദേശം രണ്ടിനും സിമിലർ റേറ്റ് ആണ്. സോ രണ്ടിനും സിമിലർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സും എല്ലാം ചെലവ് ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഡീസലിന് പ്രത്യേകത? എന്തുകൊണ്ട് നമ്മൾ ഒരു ആഡഡ് ഫ്യൂവൽ ഇൻസ്റ്റെഡ് ഓഫ് പെട്രോളിന് പകരം നമ്മൾ ഡീസൽ ഉപയോഗിക്കുന്നു? ഇപ്പൊ നമ്മൾ നാച്ചുറൽ ഗ്യാസും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വൈ, എന്താണ് മെനി ഫ്യൂവൽ ഓപ്ഷൻസ് എന്തിനാണ്? എന്താണ് ഡീസലിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും തമ്മിൽ ബേസിക് ആയിട്ട് എന്താണ് ഡിഫറൻസ്? നിങ്ങൾ എലിമെന്ററി ലെവലിൽ ഇപ്പൊ പഠിക്കുമ്പോൾ ഈ പറയുന്ന 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 4 സ്ട്രോക്ക് അതിൽ മാറ്റം ഒന്നും വരില്ല. ഏതൊക്കെ തന്നെ, സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്,
പവർ സ്ട്രോക്ക്, എക്സോ സ്ട്രോക്ക്, ഈ പറയുന്ന 4 ഒരു വ്യത്യാസവും ഇല്ല. ഏതില് നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഡീസലിലും പെട്രോളിലും സ്ട്രോക്കിനും 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ആദ്യമേ ഇത് 4 എഴുതി വെക്കുക. 4ന്റെയും വാൽവിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? സെയിം ആണ്. നമ്മൾ അതിൽ പഠിച്ചത് തന്നെയാണ് ഇതിലും. ഒരു വ്യത്യാസവും ഇല്ല. ദ only thing is ഇവിടെ എയർ ആണ് എൻറ്ററിങ് ദി ചേംബർ. ഓക്കെ, അതായത് ഇൻലെറ്റ് സ്ട്രോക്കിൽ അവിടെ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് കയറുന്നത് എന്തായിരുന്നു? എയർ ആൻഡ് ഫ്യൂൽ മിക്സ്ചർ ഈസ് എൻറ്ററിങ്. ഓർക്കുക, ഇവിടെ only എയർ ഈസ് എൻറ്ററിങ്. എയർ ഈസ് എൻറ്ററിങ് ദി സിലിണ്ടർ. ഓക്കെ, only എന്ത് മാത്രമാണ് കയറുന്നത്? സിലിണ്ടറിലോട്ട് എയർ മാത്രമാണ് ഏത് എഞ്ചിനിന് കയറുന്നത്? ഡീസൽ എഞ്ചിനില് ഇൻലെറ്റ് നടക്കുന്ന സമയത്ത് only എയർ ഈസ് എൻറ്ററിങ് ടു ദി എഞ്ചിൻ. ഓക്കെ, അപ്പൊ കംപ്രഷൻ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കും? ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും രണ്ടും അടയും. സിലിണ്ടർ മേലോട്ട് പുഷ് ചെയ്യുമ്പോൾ ഈ കേറിയ എയറിനെ മാത്രം കംപ്രസ് ചെയ്യും. പക്ഷേ അവിടെ എന്തായിരുന്നു നടന്നത്? കംപ്രഷൻ കഴിഞ്ഞ ഉടനെ സ്പാർക്ക് കൊടുത്തു. ഇവിടെ സ്പാർക്ക് അല്ല ഇരിക്കുന്നത്. വി ഹാവ് എ ഫ്യൂവൽ ഇഞ്ചക്ടർ. FI ഈസ് ഫ്യൂവൽ ഇഞ്ചക്ടർ. അപ്പൊ ഇഞ്ചക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുവാണ്. ഏതിനകത്തോട്ട്? സിലിണ്ടറിനകത്തോട്ട്. വിച്ച് ഹാപ്പൻസ് ആഫ്റ്റർ കംപ്രഷൻ. അതായത് പവർ സ്ട്രോക്കിന് മുന്നേ ആയിട്ട് കംപ്രസ് ചെയ്ത് നമ്മുടെ ഈ പറയുന്ന കംപ്രഷൻ കഴിയുമ്പോൾ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആവും. ഏത്? എയർ. എയർ എന്ന് പറയുന്ന മീഡിയം നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് മൂവ്സ് ടു വെരി ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അങ്ങനെ ഇരിക്കുന്ന ചാൻസിൽ ഒരു ഡ്രോപ്പ് ഓഫ് ഡീസൽ ഇട്ട് കഴിഞ്ഞാൽ ഡീസൽ തന്നെ കത്തിക്കോളും. അതാണ് നമ്മുടെ പവർ സ്ട്രോക്ക്. കിട്ടിയോ? അതായത് നമ്മൾ എയറിനെ കംപ്രസ് ചെയ്ത് വെരി ഹൈ പ്രഷർ ടെമ്പറേച്ചറിൽ എത്തിച്ചിട്ട് നമ്മൾ എയറിലോട്ട് എന്ത് ഇട്ട് കൊടുത്താൽ മതി? ചുമ്മാ ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പ്രഷറിൽ കത്തൂല. പക്ഷേ വെരി ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും ഇരിക്കുന്ന സമയത്ത് ആ ഗ്യാസിലോട്ട് നമ്മൾ ഡീസൽ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ എന്താണ് നമ്മുടെ കമ്പഷൻ പ്രിൻസിപ്പിൾ. വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ നമുക്ക് കിട്ടും. അപ്പോൾ only ഡിഫറൻസ് ഈസ് ഡ്യൂറിങ് ദി പവർ സ്ട്രോക്ക് അവിടെ നമ്മൾ സ്പാർക്ക് കൊടുത്ത പോലെ ഇവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? സം ഫ്യൂവൽ ഈസ് ഇഞ്ചക്റ്റഡ് ടു ദി സിലിണ്ടർ ആൻഡ് ഇറ്റ് സഡൻലി എക്സ്പ്ലോഡ്സ്. ഓക്കെ, എക്സ്പ്ലോഡ് ചെയ്ത് പിന്നെ പിസ്റ്റൺ എന്ത് ചെയ്യും? താഴോട്ട് പുഷ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? എക്സോസ്റ്റ് ഗ്യാസസ് വെളിയിൽ പൊക്കോളും. വളരെ സിമ്പിൾ പ്രോസസ്. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ ഡീസലും പെട്രോളും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചേഞ്ചസ് മാത്രം വരുത്തുക. അപ്പൊ ആദ്യം സക്ഷൻ സ്ട്രോക്കിൽ എന്താണ് നടക്കുന്നത്? ഡ്യൂറിങ് ദി സക്ഷൻ സ്ട്രോക്ക് ഫസ്റ്റ് പിസ്റ്റൺ മൂവ്സ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്? TDC ടു BDC. TDC ടു BDC. ടോപ്പിൽ നിന്ന് ഇത് ഏത് മാത്രം എൻ്റർ ചെയ്യും? only എയർ enters, നോട്ട് ഫ്യൂവൽ. മറ്റേ അവിടെ എയർ പ്ലസ് ഫ്യൂവൽ ആയിരുന്നു. ഇവിടെ എന്ത് മാത്രം? only എയർ ഈസ് എൻറ്ററിങ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇൻലെറ്റിൽ നമ്മൾ എന്ത് പറയണം? സക്ഷൻ സ്ട്രോക്കിൽ പറയേണ്ടത് only എയർ ഈസ് എൻറ്ററിങ് ദി സിലിണ്ടർ. ദെൻ കംപ്രഷൻ സ്ട്രോക്ക് നോ ചേഞ്ച്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? BDC ടു TDC. ബോത്ത് വാൽവ്സ് ക്ലോസ്ഡ്. എയർ ഈസ് കംപ്രസ്ഡ് ടു 15 to 22 ടൈംസ്. കംപ്രഷൻ റേഷ്യോ ചേഞ്ചസ്. അതായത് അവിടെ നമ്മൾ കംപ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിലല്ല എവിടെ കംപ്രസ് ചെയ്യുന്നത്? ഇവിടെ ഇൻ ഡീസൽ എഞ്ചിൻ. ഡീസലിൽ കംപ്രഷൻ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കംപ്രസ് ചെയ്യും. അതായത് കംപ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ പുഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരാളെ നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യണം. പുഷ് ചെയ്യുന്ന ആൾ സ്ട്രോങ് ആയിരിക്കണോ വീക്ക് ആയിരിക്കണോ? ഇപ്പൊ പെട്രോളിൽ ചെറുതായിട്ടേ ഒന്ന് കംപ്രസ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ ഡീസലിൽ സ്ട്രോങ് കംപ്രഷൻ ആണ്. അതായത് സ്ട്രോങ് പുഷ് ചെയ്യണമെങ്കിൽ പേഴ്സൺ ഈസ് സ്ട്രോങ്ങർ. അപ്പൊ അതേ പ്രിൻസിപ്പിൾ ആണ് ഡീസൽ എഞ്ചിൻസ് എന്തുകൊണ്ട് വില കൂടുന്നു? ബിക്കോസ് എഞ്ചിന്റെ വെയിറ്റും സൈസും എല്ലാം കൂടുതലാണ്. അത്രയും സൈസ് ഉണ്ട്, അത്രയും മെറ്റൽ തിക്നെസ് ഉണ്ടെങ്കിൽ ഇത്രയും പ്രഷർ, കംപ്രഷൻ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിൻസിന് കോസ്റ്റ് കൂടുന്നത്. ബിക്കോസ് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും ഫോർ ഏത് എഞ്ചിൻസ്? ഡീസൽ എഞ്ചിൻസും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ അത്രയും കംപ്രഷൻ റിക്വയർഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും മെറ്റൽ വെയിറ്റിൽ നമ്മൾ ഡീസൽ എഞ്ചിൻസും ഉണ്ടാക്കുന്നത്. So it is highly compressed in a diesel engine and during the power stroke എന്ത് പറ്റുന്നു? ഫ്യൂവൽ ഇഞ്ചക്ടർ സ്പ്രേസ്. അപ്പൊ ഫ്യൂവൽ ഇഞ്ചക്ടറിന് എത്രയാണോ നമുക്ക് ഫ്യൂവൽ വേണ്ടത് അത്രയും ഫ്യൂവൽ അളന്നുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. പെട്രോൾ എഞ്ചിനിൽ നമുക്ക് അത്രയും ഡെഡിക്കേറ്റഡ് സംഗതി പറ്റില്ല. ബിക്കോസ് പ്രീ മിക്സ്ഡ് എയർ ആൻഡ് ഫ്യൂവൽ ഈസ് എൻറ്ററിങ് ദ സിസ്റ്റം.
അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്കൊരു കൺട്രോൾ എന്ന് പറഞ്ഞ് മൈലേജ് കൂട്ടാനായിട്ട് ഒരു ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഫോർ എ നോർമൽ പെട്രോൾ എഞ്ചിൻ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഇപ്പൊ ടെക്നോളജി മാറി, ഇപ്പൊ MPFI ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? പെട്രോൾ എഞ്ചിൻ. അതാണ് ബൈക്കിൽ ഇപ്പൊ പഴയ പോലെ കാർബറേറ്റർ ഇല്ല, പകരം ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ്. ആ ടെക്നോളജി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഡ്യൂറിങ് ദി ഏത് സ്ട്രോക്ക്, നാലാമത്തെ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്കിൽ piston moves from എവിടെ നിന്ന് BDC to TDC and exhaust valve opens and gases വെളിയിലോട്ട് പോകുന്നു. അപ്പൊ this is all about our diesel engine. ക്ലിയർ? അപ്പൊ ഇനി അതിന്റെയും PV ഡയഗ്രം നമുക്ക് പഠിക്കാം. PV ഡയഗ്രത്തിൽ നമ്മൾ ഏതൊക്കെ പ്രോസസ്സ് മാർക്ക് ചെയ്യണം? 1 to 2 എന്താണ്? കംപ്രഷൻ. പിന്നെ 2 to 3 പ്രോസസ്സ് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ, ഹീറ്റ് അഡീഷൻ. ഞാൻ ഒരു ഡേറ്റയും കൂടെ അഡീഷണൽ എഴുതുവാണ്. കോൺസ്റ്റന്റ് പ്രഷർ, കണ്ടോ ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ? അത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഡീസലിൽ നമ്മൾ ഏത് ആഡ് ചെയ്യുന്നത്? ഹീറ്റ് ആഡ് ചെയ്യുന്നത്. 3 to 4 ഇത് എക്സ്ട്രാ ആണ്, നിങ്ങൾക്ക് ഈ സാധനം ഇതിനകത്ത് പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി. 3 to 4 എന്താണ്? എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയുന്നു, വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. കണ്ടോ ഇവിടുന്ന് പ്രഷർ ഇത്രയും പ്രഷറിലോട്ട് വന്നു, വോളിയം ഇവിടുന്ന് 3 എന്തിലോട്ട് പോയി? 4 പോയി, V3 to V4. പിന്നെ 4 to 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് 4 പ്രോസസ് ഇൻസൈഡ് എ ഡീസൽ എഞ്ചിൻ. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഇത് പഠിപ്പിച്ചില്ല എന്നൊരു വിഷമം വരും, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. യൂണിവേഴ്സിറ്റിക്ക് ഒന്നും പഠിക്കാനില്ല ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് PV ഡയഗ്രം, TS ഡയഗ്രം ഇവിടെ പഠിക്കേണ്ട, സൈക്കിൾ അനാലിസിസിൽ ആവശ്യം വരും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അവർ 2 സ്ട്രോക്ക് എഞ്ചിൻ. അടുത്ത കഥയാണ് അബൌട്ട് 2 സ്ട്രോക്ക്. നമ്മൾ ഇപ്പൊ 4 സ്ട്രോക്ക് എഞ്ചിൻ ഏതിനൊക്കെ കണ്ടു? പെട്രോളിനും കണ്ടു, ഡീസലിനും കണ്ടു. ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഡീസലും പെട്രോളും തമ്മിൽ. എന്ത് വരും? ഇൻസ്റ്റെഡ് ഓഫ് എ സ്പാർക്ക് പ്ലഗ് ഇവിടെ ഒരു എന്ത് വരും? ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് ഡീസലിൽ യൂസ് ചെയ്യുന്നത്. ഇനി വാട്ട് അബൌട്ട് ദിസ് 4 and 2? 4 ഉണ്ടായിരുന്നത് ഇവിടെ എന്തായി? 2 ആയി. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താണ്? എന്താണ് ഈ 2 സ്ട്രോക്ക്? 4നെ കാട്ടിയും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണോ 2? 4 ചെയ്യുന്നത് നമ്മൾ 2 ചെയ്യുന്നു, അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ആദ്യം ഉണ്ടായത് 2 സ്ട്രോക്കും രണ്ടാമതുണ്ടായതാണ് 4 സ്ട്രോക്കും. 2 സ്ട്രോക്കിന്റെ ഒരു അഡ്വാൻസ്ഡ് മെഷീൻ ആണ് 4 സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്തുകൊണ്ട് 2 സ്ട്രോക്ക് ഉണ്ടായെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. കാര്യം നമ്മുടെ ഈ പറയുന്ന 4 സ്ട്രോക്കിലെ മെയിൻ സാധനമാണ് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. അതാണ് ഈ 2 സ്ട്രോക്കിൽ വന്ന മേജർ ചേഞ്ച്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഇല്ല. അതായത് ഈ ഒരു വാൽവ് നിങ്ങളുടെ ബൈക്കിലൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, 10, 20, 30, 40 എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിലുണ്ട്, കാറിലും ഉണ്ട്. ഇപ്പൊ മറ്റേ സൈഡിൽ ഒരു 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് into 1000 എന്ന് പറഞ്ഞ് RPM എന്ന് പറഞ്ഞ ഒരു മീറ്റർ ഉണ്ട്. ഈ RPM മീറ്ററിൽ എന്താണ് ഡേറ്റ കാണിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് RPM മീറ്ററിൽ കാണിക്കുന്ന ഡേറ്റ? വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്പീഡോമീറ്റർ, മറ്റേ സാധനം എന്താണ്? ദാറ്റ് ഷോസ് ദി എഞ്ചിൻ സ്പീഡ്. അതായത് നമുക്ക് എഞ്ചിൻ ഫസ്റ്റ് ഗിയറിൽ തന്നെ എഞ്ചിൻ നല്ലോണം സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പവർ കിട്ടും. ഓരോ ഗിയറിലും നമ്മുടെ എഞ്ചിൻ സ്പിന്നിങ്ങിന്റെ RPM ആണ്, റൊട്ടേഷൻസ് പെർ മിനിറ്റ് ഓഫ് ദി എഞ്ചിൻ, അല്ലെങ്കിൽ ക്രാങ്കിന്റെ സ്പീഡാണ് RPM പറയുന്നത്. ക്ലിയർ? അപ്പോ ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ ഒന്ന് ആലോചിക്കുക. ഒരു നോർമൽ സ്പീഡിൽ പോകുന്നു, നിങ്ങളൊരു 40 കിലോമീറ്ററിൽ പോകുന്നു, സോഫ്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ RPM മീറ്ററിൽ, ടാക്കോമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1500 RPM കാണിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ RPM റെപ്രസെന്റ്സ് ദി എഞ്ചിൻ സ്പീഡ്. അതായത് 1500 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആര് കറങ്ങുവാണ്? നമ്മുടെ ടാങ്ക് കറങ്ങുന്നു. ഒരു മിനിറ്റിൽ 1500 പ്രാവശ്യം റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആര് കറങ്ങുവാണ്? ക്രാങ്ക്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങും? 1500, അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് നമുക്ക് 1200 എടുക്കാം. അപ്പൊ ഒരു മിനിറ്റിൽ 1200 എങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും? ഫോർ 1 സെക്കൻഡ് ഇറ്റ് വിൽ ബി 1200 ഡിവൈഡ് ബൈ 60. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 20 ടൈംസ്. അതായത് ഒരു സെക്കൻഡിൽ ക്രാങ്ക് ഒരു വളരെ നോർമൽ, നമ്മൾ വെറുതെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോൾ പോകുന്നതാണ്. എത്ര ടൈംസ് കറങ്ങുന്നു? 20 പ്രാവശ്യം ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ
ഒരു സൈക്കിൾ എന്ന് പറയുന്നത് രണ്ട് റൊട്ടേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സൈക്കിൾ തീരാൻ ക്രാങ്ക് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം ഫോർ എ 4 സ്ട്രോക്ക് എഞ്ചിൻ. അതായത് സക്ഷൻ കംപ്രഷൻ വരുമ്പോൾ നമ്മൾ ഇവിടെ നോക്കിയില്ലേ, ഇതാ ഇവിടെ നിന്ന് തുടങ്ങുന്നു, ഫസ്റ്റ് ഇവിടെ പോകുന്നു, അപ്പൊ ഏത് കംപ്ലീറ്റ് ചെയ്യും? സക്ഷൻ കംപ്ലീറ്റ് ആവും. ദെൻ നമുക്ക് എന്തുണ്ട്, കംപ്രഷനിൽ വീണ്ടും ഒരു ഹാഫും കൂടെ കറങ്ങും. അപ്പം 2 റൊട്ടേഷൻ തീരുമ്പോൾ, ഒരു റൊട്ടേഷൻ ആകുമ്പോൾ 2 സൈക്കിൾ തീർന്നു, 2 സ്ട്രോക്ക് തീർന്നു. അതുപോലെ ഒരു റൊട്ടേഷനും കൂടെ കഴിയുമ്പോൾ നമുക്ക് എന്ത് തീരും? അടുത്ത ഒരു 2 സ്ട്രോക്കും കൂടെ തീരും. അപ്പൊ 4 സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് 2 ഫുൾ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക്. ക്ലിയർ ആണോ? ഇതും ക്വസ്റ്റ്യനിൽ ചോദിക്കും, എത്ര ക്രാങ്ക് റൊട്ടേഷൻ ആണ് ഒരു 4 സ്ട്രോക്ക്? 4 സ്ട്രോക്കിൽ പറഞ്ഞിരിക്കുക 2 ഫുൾ റൊട്ടേഷൻ 720 ഡിഗ്രി ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സൈക്കിൾ തീരുന്നത്. അപ്പൊ നമ്മളെ കഥ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം ഒരു 4 സ്ട്രോക്കിൽ 20 തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര സൈക്കിൾ നടക്കും? 2 ഫുൾ റൊട്ടേഷൻ ആണ് ഒരു സൈക്കിളിന് വേണ്ടത്. അപ്പൊ 20 ഫുൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 10 സൈക്കിൾ നടക്കും. 10 സൈക്കിൾ. ഒരു സൈക്കിളില് നമ്മുടെ ഇൻലെറ്റ് വാൽവ് എത്ര പ്രാവശ്യം തുറക്കണം? ഒരു പ്രാവശ്യം. എക്സോസ്റ്റ് വാൽവ് ഒരു പ്രാവശ്യം. അപ്പൊ 10 സൈക്കിള് ഒരു സെക്കൻഡിൽ നടക്കുമ്പോൾ നമ്മുടെ ഈ ഇൻലെറ്റ് വാൽവ്, നമ്മുടെ 4 സ്ട്രോക്കിലെ ഇൻലെറ്റ് വാൽവ് 10 ടൈംസ് ഓപ്പണും ക്ലോസും ചെയ്യണം. അത് ഒരു സെക്കൻഡിൽ വാൽവ് ഇത്രയും ഓപ്പണും ക്ലോസും ചെയ്യണം. അത് ഒരു സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ അടിച്ചു നോക്കിയേ. അപ്പൊ എത്ര പ്രാവശ്യം ഇത് എന്ത് ചെയ്യും? തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണം കാൽക്കുലേറ്റഡ് ടൈമിൽ. ഓക്കെ, അത് 1200 പോകുമ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പോകുന്നത് 4000-6000 RPM-ലാണ്. അപ്പൊ RPM എന്ന് പറയുമ്പോൾ 5 ടൈംസ് കൂടും. ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ഈ വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണം. അതിന്റെ അടപ്പിളവി പോവില്ലേ, അത് ചീത്തായി പോകും. അതായത് അതിന് അത്രയും പ്രാവശ്യം ഡ്യൂറബിൾ ആയിട്ട് ഒരു സെക്കൻഡ് തന്നെ, നമ്മൾ ഈ ഓടുന്ന വണ്ടി ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ഒരു പാർട്ട് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവർക്ക് അത്രയും ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഒരു പാർട്ട് ഇത്രയും മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിനെ ഉണ്ടാക്കി പ്രോബ്ലം ഇല്ലാണ്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ടുവന്ന ഒരു മെത്തേഡാണ് 2 സ്ട്രോക്ക്. ഇത്രയും കഥ ഞാൻ പറഞ്ഞത് 2 സ്ട്രോക്ക് ഓൾഡർ ടെക്നോളജിയാണ്. അതിൽ വാൽവ് ഇല്ല, പകരം എന്തേ ഉള്ളൂ? ദേ ഗേവ് പോർട്ട്. അപ്പൊ ഇനി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായിരുന്നു അവരുടെ ബ്രില്യൻസ്? അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സാധനത്തിന് പകരം വെറും ഒരു 2 ഹോൾ കൊണ്ട് അവരതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾക്ക് അതിന്റെ വർക്കിംഗ് കണ്ടാൽ മനസ്സിലാവും. സി അപ്പൊ നമുക്ക് ഈ ഒരു ആനിമേഷൻ നോക്കാം. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് ഒരു പിസ്റ്റൺ ഉണ്ട്, നമ്മുടെ ക്രാങ്ക് ഉണ്ട്, ഇവിടെ 3 ഹോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഹോൾ നമ്മളൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്ട്രോക്കില് ഇവിടെ നിന്ന് നമ്മുടെ ഈ ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറയും, ഇതിന്റെ സൈഡിൽ നിന്ന് നമുക്ക് എയർ ഇൻലെറ്റ് ആവുന്നുണ്ട്. അതേസമയം പിസ്റ്റൺ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? മുകളിലോട്ട് പോയി ആ പറയുന്ന ഗ്യാസസിനെ കംപ്രഷൻ ചെയ്യുന്നുണ്ട്. അപ്പം കംപ്രഷനും സക്ഷനും ഒരുമിച്ച് നടക്കുന്നു. ദെൻ സി, അപ്പം ഇവിടെ നിന്ന് കണ്ടോ, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് എങ്ങനെയാണ് സക്ഷൻ നടക്കുന്നത് നോക്കുക. ഇവിടെ നിന്ന് സക്ഷൻ നടന്നു, ഇവിടെ നിന്ന് നമ്മുടെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടോ, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ക്രാങ്ക് ഏതിനെ കവർ ചെയ്യും? ഈ താഴെ വരുന്ന ട്രാൻസ്ഫർ പോർട്ടിന് ഹോള് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ എയറിനെ ട്രാപ്പ് ചെയ്തു കണ്ടോ. അപ്പൊ ഇനി ഇതുവഴി ഇതിന് ലീക്ക് ചെയ്ത് വെളിയിൽ പോകാൻ പറ്റില്ല. ആ എൻറ്റയർ എയറിനെ അല്ലെങ്കിൽ എയർ പ്ലസ് ഫ്യൂവലിനെ ഏതിനകത്തോട്ടാക്കി? നമ്മുടെ ക്രാങ്ക് കേസിനകത്താക്കി. അതേസമയം ഈ കേസിൽ നിന്ന് കണ്ടോ, ഇവിടെ ഒരു പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണോ പിസ്റ്റൺ ഇവിടെ അൺകവർ ആവുന്നത്, ഏത് അൺകവർ ആവും? നമ്മുടെ ഇൻലെറ്റ് പോർട്ടിനെ അൺകവർ ആവുന്ന സമയത്ത് ഇതിനെയാണ് നമ്മുടെ ഇൻലെറ്റ് പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് എക്സോസ്റ്റ് പോർട്ട്. അപ്പൊ ആദ്യം ഏത് പിസ്റ്റൺ അൺകവർ ചെയ്യും? നമ്മുടെ ഇൻലെറ്റ് പോർട്ട് അൺകവർ ആവുമ്പോൾ ഇവിടെ നിന്ന് കംപ്രസ് ചെയ്ത് വരുന്ന, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ക്രാങ്ക് വഴി ഒരു കംപ്രഷനിൽ വരുന്ന ഗ്യാസ് ഏതിനെ പുഷ് ചെയ്യും? ഈ ഒരു പോർട്ട് വഴി, ഇൻലെറ്റ് പോർട്ട് വഴി ഏതിന്റെ മേളിലോട്ട് കയറുന്നു? നമ്മുടെ പിസ്റ്റന്റെ ഹെഡിലോട്ട് കയറുന്നു. സി, ഒന്നുകൂടെ നോക്കുക. സി, നമ്മുടെ പിസ്റ്റൺ ജസ്റ്റ് ആ ഇൻലെറ്റ് പോർട്ടിനെ അൺകവർ ചെയ്യുന്നതും ആ ബേൺഡ് ഗ്യാസിനെ പുഷ് ചെയ്ത് എക്സോസ്റ്റ് വെളിയിലോട്ട് പോകുന്നുണ്ട്. ഇൻലെറ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ എന്ത് നടക്കുന്നു? കംപ്രഷൻ നടക്കുന്നു. ഏത് നടക്കുന്നു? നമ്മുടെ സൈക്കിൾ റിപ്പീറ്റ്സ്. അപ്പൊ 3 പോർട്ട്, ട്രാൻസ്ഫർ പോർട്ട്, ഇൻലെറ്റ് പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ഇവിടെ നടക്കുന്നുണ്ട്? നമ്മുടെ എൻറ്റയർ 4 സ്ട്രോക്കും ഏതൊക്കെയാണ്? സക്ഷൻ,
കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ 4 സ്ട്രോക്കിലല്ല, ഈ 4 പ്രോസസ്സ് 2 സ്ട്രോക്കിൽ, ഏതിന്റെ പിസ്റ്റന്റെ വെറും 2 സ്ട്രോക്കിൽ ഈ 4 പ്രോസസ്സും നടക്കുന്ന ഒരു എഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഏതൊക്കെയാണ്? നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫർ പോർട്ട്, നമ്മുടെ ഇൻലെറ്റ് പോർട്ട്, പിന്നെ ഇത് വരുന്നത് എക്സോസ്റ്റ് പോർട്ട്. അപ്പൊ ഇത് കുറച്ച് ട്രിക്കിയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ. 4 സ്ട്രോക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സാധനം റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഓരോ പ്രോസസ്സും നടക്കുന്നത്, അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് പാർട്സ്. വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ട്രാൻസ്ഫർ പോർട്ട്. നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ഈ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ട്രാൻസ്ഫർ പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്, പിന്നെ ഏതാണ് നമ്മുടെ ഇൻലെറ്റ് സക്ഷൻ പോർട്ട്, ഇൻലെറ്റ് വാൽവ്. അപ്പോൾ ഫസ്റ്റ് ഇത് കറങ്ങുന്നു, എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ നിന്ന് എക്സോസ്റ്റ് ഇൻലെറ്റ് കയറുന്നു, ഇവിടെ കംപ്രസ് ചെയ്യുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു, ഇൻലെറ്റ് കയറുന്നു, ഇത് വെളിയിലോട്ട് പോകുന്നു, ഏത് ഗ്യാസ് വെളിയിലോട്ട് പോകുന്നു. ഇവിടെ കണ്ടോ, ഈ ഒരു പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിനെയാണ് നമ്മൾ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് പിസ്റ്റന്റെ പുറത്ത് നമ്മൾ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്ന കാരണം ഇത് താഴോട്ട് വരുമ്പം ആദ്യം ഈ ഒരു പോർഷനിൽ തട്ടി ഈ എയർ എന്ത് ചെയ്യും, വെളിയിലോട്ട് പോയി, അതായത് നമ്മുടെ പിസ്റ്റന്റെ ഏറ്റവും ടോപ്പ് പോർഷനിലോട്ട് പോയി അവിടെ നിന്നേ എന്ത് ചെയ്യും, ഗ്യാസസിനെ കളയും. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിങ്ങനെ ത്രൂ ആയി പോകും അല്ലെ. ഇവിടെ പിസ്റ്റന്റെ മുകളിൽ ഈ ഒരു പോർഷൻ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറുന്ന സാധനം ഇവിടെ ബേൺ ഗ്യാസ് ഇരിക്കുകയും ചെയ്യും. ഇത് കംപ്ലീറ്റ് ഡയറക്റ്റ് ആയിട്ട് കയറുന്ന എയർ പ്ലസ് ഫ്യൂവൽ എന്ത് ചെയ്യും, പുറത്തോട്ട് പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ മുകളിലുള്ള ബേൺഡ് ഗ്യാസിനെ കളയാനാണ് നമ്മൾ പിസ്റ്റന്റെ പുറത്ത് ഈ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. അപ്പൊ ഇതെല്ലാം പണ്ട് കാലത്തെ ബ്രില്യൻസ് ആണ്. ഫസ്റ്റ് ഒരു 18th സെഞ്ചുറിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ പെട്രോൾ എഞ്ചിൻസും ഡീസൽ എഞ്ചിൻസും എല്ലാം 2 സ്ട്രോക്ക് ആയിരുന്നു. അന്ന് വിത്തൗട്ട് യൂസിങ് എനി വാൽവ് നമ്മൾ ഒരു പെട്രോൾ എഞ്ചിന്റെ കമ്പഷൻ ഹാപ്പൻ ചെയ്ത ഒരു രീതിയാണ് ഈ പറയുന്ന 2 സ്ട്രോക്ക്. 2 സ്ട്രോക്സ് ഒക്കെ റീസെന്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. നമ്മുടെ RX100, കൈനറ്റിക് ഹോണ്ട, പണ്ടത്തെ സ്കൂട്ടേഴ്സ്, ഇതെല്ലാം 2 സ്ട്രോക്ക് ആണ്. അപ്പൊ നമ്മൾ 4 സ്ട്രോക്കിലോട്ട് മാറിയിട്ട് തന്നെ ഏകദേശം ഒരു 30 ഇയേഴ്സിനകത്തേ വരുവുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഏതാണ് 2 സ്ട്രോക്ക് എന്ത് എഞ്ചിൻ, നോർമൽ എഞ്ചിൻ. ഇനി പെട്രോൾ എഞ്ചിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ആൻസർ എഴുതണം. ഇഫ് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ലൈക്ക് 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിവേഴ്സിറ്റിക്കും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഡയഗ്രാം ഇതുപോലെ വരയ്ക്കുക. ആൻഡ് ഫസ്റ്റ് പറയുന്ന ഫസ്റ്റ് സ്ട്രോക്ക്, അതിൽ ഡൗൺവേർഡ് ആണ് നമ്മുടെ മൂവ്മെന്റ് വരുന്ന പിസ്റ്റന്റെ. അപ്പൊ ഇതിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക, ഡൗൺവേർഡും അപ്വേർഡും. അപ്പൊ ഡൗൺവേർഡ് വരുമ്പോൾ എന്തൊക്കെ നടക്കും, പവറും സക്ഷനും നടക്കും എന്ന് ഓർക്കുക. അപ്വേർഡ് പോകുമ്പോൾ എന്തൊക്കെ നടക്കും, ക്രാങ്ക് കേസിൽ ഒരു സക്ഷനും നടക്കും, കംപ്രഷനും നടക്കും. ക്രാങ്ക് കേസിൽ നിന്ന് സക്ഷനും നടക്കും. ഇവിടെ പവറും സക്ഷനും കൂടെയാണ് ഡൗൺവേർഡ് സ്ട്രോക്കിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് എന്തൊക്കെയായിരിക്കും, TDC BDC എയർ ഫ്യൂൽ മിക്സർ പോകുന്നു, റാപ്പിഡ് കമ്പഷൻ നടക്കുന്നു, എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുന്നു, ബേൺ ഗ്യാസ് വെളിയിൽ പോകുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ആൻസർ എഴുതാൻ പഠിക്കുക ഫോർ എ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ. അടുത്ത 2 സ്ട്രോക്ക് ഡീസൽ ആണെങ്കിൽ എന്താണ് വ്യത്യാസം വരുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗിന് വരെ നമുക്ക് എന്തിരിക്കും, ഫ്യൂവൽ ഇഞ്ചക്ടർ ഈസ് യൂസ്ഡ്, അത്രയേ ഉള്ളൂ. അതായത് കംപ്രസ് ചെയ്ത് എത്തുന്ന സമയത്ത് എന്ത് കൊടുക്കും, നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും, ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. അപ്പൊ അത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. ഓക്കെ, ഇനി യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ഓഫ് ഏതൊക്കെയാണ് നമ്മുടെ 4 സ്ട്രോക്ക് ആൻഡ് 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻസ്. 4 and 2 സ്ട്രോക്ക് നമ്മളിപ്പോ കണ്ടു. അതിൽ ആദ്യം പറയാൻ പറ്റുന്നത് നമ്മുടെ കംപ്ലീഷൻ ഓഫ് സൈക്കിൾ. അതായത് 4 സ്ട്രോക്കിനാണെങ്കിൽ എത്ര സൈക്കിൾ ആയിരിക്കും എടുക്കുന്നത്, ഒരു 2 റെവല്യൂഷൻ ഞാൻ പറഞ്ഞു. അവിടെയാണെങ്കിൽ ഏതാണ്, ഒരു 1 റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്കിൽ എൻറ്റയർ സൈക്കിൾ തീരും. ഇവിടെ 2 റെവല്യൂഷൻ ആണ് വേണ്ടത്. ഫ്ലൈ വീല് വേണം, ഹയർ ഫ്ലൈ വീൽ ഏതിന് വേണം, നമുക്ക് ഫ്ലൈ വീൽ ഫോർ എ 4 സ്ട്രോക്ക് എഞ്ചിനിൽ 4 സ്ട്രോക്കിന് ഏതാണ്, ഒരു പവർ സ്ട്രോക്കേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ 2 സ്ട്രോക്കിന് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കൂടുതൽ പവർ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പെർ സ്ട്രോക്ക് ഫോർ എ 2 സ്ട്രോക്കും. അതുകൊണ്ട് ലൈറ്റർ ഫ്ലൈ വീൽ ഏത് മതി ഫോർ എ 2 സ്ട്രോക്കും, ഹെവിയർ ഫ്ലൈ വീൽ ഏതിന് വേണം, 4 സ്ട്രോക്കിന് വേണം. കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ, ഇതിന് 1 സ്ട്രോക്ക് ഒരു പവർ സ്ട്രോക്കേ ഉള്ളൂ 4 സൈക്കിൾ കൂടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് ലിബറേറ്റഡ് കുറവായിരിക്കും. സോ ദിസ് റിക്വയർസ് ലെസ്സർ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ, വേറാസ് 2 സ്ട്രോക്ക് റിക്വയർസ് എ ലോട്ട് ഓഫ് ഏതാണ് ലൂബ്രിക്കേഷൻ. പിന്നെ വാൽവ് മെക്കാനിസം 4 സ്ട്രോക്കിലുണ്ട്, മറ്റേവിടെ വാൽവ് ഇല്ല, പകരം എന്താണ് യൂസ് ചെയ്യുന്ന, പോർട്ടാണ്. പിന്നെ ഇനിഷ്യൽ കോസ്റ്റ് ബിക്കോസ് ഓഫ് ദി കോംപ്ലക്സ് ഏത് വാൽവ് മെക്കാനിസം
ഏതിന് കൂടുതലായിരിക്കും? നമ്മുടെ 4 സ്ട്രോക്കിന് പ്രൈസ് കൂടുതലായിരിക്കും, 2 സ്ട്രോക്സ് കമ്പാരിറ്റീവ്ലി ചീപ്പർ ആയിരിക്കും. എഫിഷ്യൻസി എപ്പോഴും കൂടുതൽ ഏതിനായിരിക്കും? 4 സ്ട്രോക്കിന് എഫിഷ്യൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള വണ്ടികൾക്ക് പണ്ടത്തെ വണ്ടികളെക്കാട്ടിയും ബൈക്സിന് എന്ത് കിട്ടുന്നത്? മൈലേജ് കിട്ടുന്നത് ബൈ ദി ഇൻവെൻഷൻ ഓഫ് ഏതാണ്? നമ്മുടെ 4 സ്ട്രോക്ക്. ദെൻ തെർമൽ എഫിഷ്യൻസി 2 സ്ട്രോക്സിന് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഓൾ അബൌട്ട് ഏതൊക്കെയാണ് കമ്പാരിസൺ ബിറ്റ്വീൻ 4 സ്ട്രോക്ക് ആൻഡ് 2 സ്ട്രോക്ക്. സോ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? നമ്മൾ 4 സ്ട്രോക്ക് പഠിച്ചു, 2 സ്ട്രോക്ക് പഠിച്ചു, എങ്ങനെയാണ് ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ഇത്രയും നമ്മൾ കണ്ടു. നമ്മളിപ്പം ഏതൊക്കെ കമ്പയർ ചെയ്തു? ഒരു 4 സ്ട്രോക്ക് എങ്ങനെയാണ് 4 സ്ട്രോക്കും 2 സ്ട്രോക്കും ആയിട്ടുള്ള കമ്പാരിസൺ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് കമ്പയർ ബിറ്റ്വീൻ എ പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും. അപ്പൊ ആദ്യം പറയേണ്ടത് എന്താണ്? എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരിക്കണം ഏതിനകത്തോട്ട് വരുന്നത്? സക്ഷനിൽ വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഒള്ളി എന്തായിരിക്കും വരുന്നത്? എയർ ആയിരിക്കും വരുന്നത്. സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അവിടെ സ്പാർക്ക് പ്ലഗിന് വരെ ഒരു ഇഞ്ചക്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പവർ പ്രൊഡ്യൂസ്ഡ് ഈസ് ബൈ ഏതാണ്? സ്പാർക്ക് ഇഗ്നീഷൻ. ഇവിടെ എന്താണ്? കംപ്രഷൻ ഇഗ്നീഷൻ. കംപ്രഷനിൽ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്താണ് നമുക്ക് അവിടെ പവർ ഔട്ട്പുട്ട് കിട്ടുന്നത്. തെർമൽ എഫിഷ്യൻസി അപ് ടു 25% ആണ്. ആൻഡ് തെർമൽ എഫിഷ്യൻസി ഇവിടെ അപ് ടു എത്ര കിട്ടും? നമുക്ക് 40% കിട്ടും. ദെൻ അതായത് തെർമൽ എഫിഷ്യൻസി ഫോർ ഏതിന് എഞ്ചിൻസിന് കൂടുതലാണ്? ഡീസൽ എഞ്ചിൻസിന് കൂടുതലാണ്. ആ കാര്യം എന്ത് കൂടുന്നത് കൊണ്ട്? കംപ്രഷൻ റേഷ്യോ കൂടുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മൈലേജ് ദെൻ കമ്പയർഡ് ടു പെട്രോൾ എഞ്ചിൻസ്, ഡീസൽ എഞ്ചിൻസിന് കുറച്ച് കൂടുതൽ എന്ത് കിട്ടുന്നത്? മൈലേജ് കിട്ടുന്നത്. ഓക്കെ, ഒക്യുപ്പൈസ് ലെസ് സ്പേസ്, കൂടുതൽ വെയിറ്റ് വേണം. ഞാൻ പറഞ്ഞു പുഷ് ചെയ്യാൻ സ്ട്രോങ്ങർ ആണെങ്കിൽ കൂടുതൽ എന്ത് വേണം? സ്പേസ് ഒക്യുപ്പൈ ചെയ്യും. മോർ റണ്ണിങ് കോസ്റ്റ്, ലെസ് റണ്ണിങ് കോസ്റ്റ്. മൈലേജ് കൂടുന്നതുകൊണ്ട് ലെസ് ആയിരിക്കും. പെട്രോള് കോസ്റ്റ്ലിയർ ആണ്, ഫ്യൂവല് ഡീസൽ ചീപ്പാണ്. പണ്ടായിരുന്നു, ഇപ്പൊ ഏകദേശം സെയിം ആണ്. ദെൻ വോളറ്റൈൽ ആണ്. പെട്രോൾ വെറുതെ ഇരുന്ന് തീ പിടിക്കും. നമ്മൾ വെറുതെ പെട്രോൾ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഗ്യാസ് ആയിട്ട് എക്സ്പാൻഡ് ആയി നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഏരിയ ഫുൾ കത്തിപ്പോവും. പക്ഷെ പെട്രോൾ അങ്ങനെയല്ല. നമ്മൾ ഈവൻ വണ്ടി സർവീസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? ഡീസലാണ്. ഡീസൽ അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഒരു ലൂബ്രിക്കന്റ് ആണ് ആക്ച്വലി. ഓക്കെ, പ്രീ ഇഗ്നീഷൻ പോസിബിൾ ആണ്. ഇവിടെ പ്രീ ഇഗ്നീഷൻ പോസിബിൾ അല്ല. വർക്ക്സ് ഓൺ ഓട്ടോ സൈക്കിൾ, വർക്ക്സ് ഓൺ ഡീസൽ സൈക്കിൾ. ഇത് രണ്ടും നമ്മൾ സൈക്കിൾ അനാലിസിസിൽ നമുക്ക് പഠിക്കാനുണ്ട്, അപ്പൊ കാണും. പിന്നെ ലെസ് ഡിപ്പെൻഡബിൾ, മോർ ഡിപ്പെൻഡബിൾ. കുറച്ച് കൂടുതൽ ഡീസൽ എൻജിൻസ് എന്താണ്? ലോങ് യൂസിനൊക്കെ നമുക്ക് ലോങ് ഡ്രൈവ്, അതുകൊണ്ടാണ് നമ്മൾ ലോറിയിലൊക്കെ എന്ത് ചെയ്യുന്നത്? ലോറി, ബസ്സസ്, അങ്ങനെ ലോങ് ഡ്യൂറേഷൻ ട്രാൻസ്പോർട്ടിലെല്ലാം നമ്മൾ ഡീസൽ യൂസ് ചെയ്യുന്നത്. ഈവൻ ഷിപ്പും ട്രെയിനിലും എല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡീസൽ ലോക്കോമോട്ടീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹെവി ഡ്യൂട്ടി പർപ്പസിന് ഡീസൽ യൂസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു കമ്പാരിസൺ ഇതിൽ ഒരു 11 പോയിന്റിൽ നിങ്ങൾക്ക് 11, 12 ഒരു 10 പോയിന്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുക. 10 എണ്ണം ഓർത്തിരിക്കുക. അടുത്തത് നമ്മുടെ സിലബസിലുള്ളതാണ് ഈസ് അബൌട്ട് CRDI. CRDI എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് കോമൺ റെയിൽ ഡീസൽ, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഈ അംബാസിഡർ കാർക്ക് ഉപയോഗിക്കുന്ന സമയത്ത്, ദിസ് ഇസ് മെയിൻലി ഫോർ ഡീസൽ. ആദ്യം ഫ്യൂവൽ മനസ്സിലാക്കുക. അപ്പൊ ഡീസലിനാണെങ്കിൽ നമ്മുടെ കമ്പഷൻ മെത്തേഡ് എന്താണ്? യൂസിങ് എ ഫ്യൂവൽ ഇഞ്ചക്ടർ. ഫ്യൂവൽ ഇഞ്ചക്ടർ വെച്ചാണ് എന്ത് വർക്ക് ചെയ്യേണ്ടത്? ഒരു ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോ ഫ്യൂവൽ ഇഞ്ചക്ടർ വേണമെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു, ആദ്യം എന്ത് നടക്കുന്നു? സക്ഷൻ. പിന്നെ എന്ത് നടക്കും? കംപ്രഷൻ. ഈ കംപ്രഷൻ ചെയ്ത് നിൽക്കുന്ന ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചറിലോട്ട് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുവാണ്? ഡീസൽ ഫൈൻ സ്പ്രേ ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഓൾറെഡി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ലൈനില് ഇതിനകത്തോട്ട് ഈ ഫ്ലൂയിഡ് വരണമെങ്കിൽ ഇവിടുന്ന് പ്രഷർ അല്ലെങ്കിൽ ഇഞ്ചക്ടറിനകത്തൂടെ കയറി ടാങ്കിൽ പോകും. അപ്പൊ ഈ ടാങ്കിൽ നിന്ന് വരുന്ന ഫ്യൂവലിന്റെ പ്രഷർ ഇവിടെ ഉള്ള പ്രഷറിനെ കാട്ടി എന്തായിരിക്കണം? വെരി മച്ച് ഹയർ ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? അവിടെ ഈ ഫ്യൂവലിന് ഇതിനകത്തോട്ട് ഫൈൻ സ്പ്രേ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തിന്റെ റിക്വയർമെന്റ് ഉണ്ട്? വി നീഡ് എ ഹൈ പ്രഷർ പമ്പ്. ഈ പമ്പ് ടു പമ്പ് ദി ഏതാണ്? ഡീസൽ. ഡീസലിനെ നമ്മൾ പമ്പ് ചെയ്ത് വേണം ഏതിനകത്തോട്ട് കൊടുക്കാൻ? സിലിണ്ടറിനകത്തോട്ട് കൊടുക്കാൻ. അപ്പൊ നമുക്കൊരു പമ്പ് വേണം. അപ്പൊ പണ്ട് അംബാസഡർ ഒക്കെ ഉള്ള പഴയ ഡീസൽ എഞ്ചിൻസിന് ഓരോ സിലിണ്ടറിന്റെ മേളിലും ഓരോ ഇഞ്ചക്ടറിനും ഒരു പമ്പ് ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നും, അപ്പൊ ഈവൻ ഇഫ് നമുക്ക് വണ്ടിയുടെ ഇപ്പൊ 4 സിലിണ്ടർ ഉണ്ടെങ്കിൽ ഒരു പമ്പ് പോയാലും നമുക്ക് ബാക്കി 3 സിലിണ്ടർ വെച്ച് വണ്ടി ഓടും. പക്ഷെ ഇന്ന് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും ചെലവ് കുറയ്ക്കാനും
ഒരു ബെറ്റർ എഫിഷ്യൻറ്റി കൺട്രോൾ കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരൊറ്റ സിംഗിൾ പമ്പ് യൂസ് ചെയ്യും. അതിനാണ് കോമൺ റെയിൽ പമ്പ് എന്ന് പറയുന്നത്. ഒരൊറ്റ ഒരു ഹൈ പ്രഷർ പമ്പ് യൂസ് ചെയ്ത് ഡീസലിനെ നമ്മൾ ഏതിലോട്ട് കൊടുക്കും, 4 സിലിണ്ടറിലോട്ടും നമ്മൾ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരൊറ്റ സിംഗിൾ ഫ്യൂൽ പമ്പ് ആയിരിക്കും. ഈ ഫ്യൂൽ പമ്പ് പോയാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. പക്ഷെ അതിനിപ്പോഴത്തെ റഗ്ഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് അതിന് ഒരു ഇഷ്യൂവും വരില്ല. അപ്പൊ ഈ പമ്പാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹൈ പ്രഷർ പമ്പ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങോട്ട് കൊടുക്കും, 4 ഡീസൽ എൻജിൻസ്, 4 ഇഞ്ചക്ടർ, 4 സിലിണ്ടറിലോട്ട് നമ്മൾ എങ്ങനെ കൊടുക്കും, പമ്പ് ചെയ്ത് ഈ ഒരൊറ്റ പമ്പായിരിക്കും, പമ്പ് സിസ്റ്റം ആയിരിക്കും അതിന് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ പമ്പിങ്ങിന് ആരാണ് പ്രഷർ തീരുമാനിക്കുന്നത്, എൻജിൻ ECU, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ CPU പോലെ കാറിലും ബൈക്കിലും ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. അപ്പം അതിന് ഒരു ബ്രെയിൻ ഉള്ള ഒരു സാധനം പോലെയാണ്. ഇത്ര സ്പീഡ് ഇത്ര ടോർക്കിനൊക്കെ ആണെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് ഫ്യൂൽ മതി അത് കാൽക്കുലേറ്റ് ചെയ്ത് ഈ പമ്പിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഏതിനെ കൺട്രോൾ ചെയ്ത് കൊടുക്കും. പണ്ടത്തെ വണ്ടിയിൽ ഇതൊന്നും ഇല്ല, ഒരേപോലെയാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്ര വണ്ടി ഇറക്കത്തിൽ പോയാലും കയറ്റത്തിൽ പോയാലും എല്ലാം നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ അത് സെൻസ് ചെയ്ത് ഇറക്കത്തിലാണെങ്കിൽ ലെസ് ഫ്യൂൽ, കയറ്റത്തിലാണെങ്കിൽ ഹയർ എമൗണ്ട് ഓഫ് ഫ്യൂൽ. അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കാൻ ഒരു ഇന്റലിജന്റ് പമ്പിന് പറ്റുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇന്ന് കാണുന്ന എല്ലാ ഡീസൽ കാർസും ഏതിൽ വർക്ക് ചെയ്യുന്നതാണ്, ബേസ്ഡ് ഓൺ CRDI. ഓക്കെ, സോ ഇനി ഇതിന് തിയറി ആയിട്ട് എഴുതുവാണെങ്കിൽ ഈസ് ആൻ അഡ്വാൻസ്ഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം യൂസ്ഡ് ഇൻ മോഡേൺ ഡീസൽ എൻജിൻസ്. ഇറ്റ് യൂസസ് കോമൺ റെയിൽ, അതായത് ഒരു സിംഗിൾ റെയിൽ ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ ചാനൽ നമ്മൾ എല്ലാത്തിനും കൂടെ വേണ്ടി കോമൺ ആയിട്ടൊരു റെയിൽ യൂസ് ചെയ്യും ടു സപ്ലൈ ഫ്യൂൽ അറ്റ് ഹൈ പ്രഷർ. മെയിൻ കമ്പോണൻസ് വരുന്നത് ഏതൊക്കെയാണ്, നമുക്ക് ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ്, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഫ്യൂൽ പമ്പ്, ഇറ്റ് മസ്റ്റ് ബി വെരി ഹൈ പ്രഷർ. ഓക്കെ, കോമൺ റെയില്, ഇഞ്ചക്ടേഴ്സ്, പിന്നെ എന്താണ് ECU മൊഡ്യൂൾ, സെൻസേഴ്സ്, വേരിയസ് സെൻസേഴ്സ് ടു ഗെറ്റ് ദി ഡേറ്റ. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫ്യൂൽ ഫ്രം ടാങ്ക് വരും, ലോ പ്രഷർ ആണ്, അതിനെ എന്ത് ചെയ്യും, പമ്പ് ചെയ്ത് ഹൈ പ്രഷറിലോട്ടാക്കും, പ്രഷറൈസ് ടു 1000 to 2500 ബാർ, വെരി ഹൈ പ്രഷറിലോട്ടാക്കുന്നു, ആൻഡ് സ്റ്റോർഡ് ഇൻ ദ കോമൺ റെയിൽ. ECU ഇഞ്ചക്ഷൻ ടൈമിങ്ങും ക്വാണ്ടിറ്റിയും തീരുമാനിച്ച് നമ്മുടെ വാൽവ്സിന് കൊടുക്കുന്നു, ഇഞ്ചക്ടേഴ്സിന് കൊടുക്കുന്നു. ഇഞ്ചക്ടേഴ്സ് അതുപോലെ അതെല്ലാം സോളിനോയിഡ് ഇഞ്ചക്ടേഴ്സ് ആണ്. വളരെ സ്പീഡിൽ തുറക്കാനും ചെറുതായിട്ട് സ്പ്രേ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ ഉള്ള കേപ്പബിലിറ്റി ഉള്ള ഹൈലി കൺട്രോളബിൾ സോളിനോയിഡ് വാൽവ്സ് ആണ് ഇന്നത്തെ ഇഞ്ചക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. സോ അത് വെച്ച് നമുക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു, ബേണിംഗ് നടക്കുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ദ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെക്നിക്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്താണ്, ബെറ്റർ ഫ്യൂൽ ആറ്റോമൈസേഷൻ കിട്ടും, ഹയർ പവർ, ഇംപ്രൂവ്ഡ് ഫ്യൂൽ എഫിഷ്യൻസി, ലോവർ എമിഷൻസ്, ക്വയറ്റർ ആൻഡ് സ്മൂത്തർ എഞ്ചിൻ ഓപ്പറേഷൻ. ഓക്കെ, സോ അടുത്തത് ഈസ് അബൌട്ട് MPFI. MPFI എന്ന് പറയുന്നത് ഇസ് കോൾഡ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അതായത് ഇൻസ്റ്റെഡ് ഓഫ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഫ്യൂവലിനെ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്രോൾ എഞ്ചിന്റെ പ്രശ്നം എന്തായിരുന്നു, ഏർലിയർ വി ആർ യൂസിങ് കാർബറേറ്റർ എഞ്ചിൻ. സോ എയർ ഫ്യൂൽ മിക്സർ മിക്സ് ചെയ്ത് ഡയറക്റ്റ് എവിടെ വരും, എഞ്ചിനകത്തോട്ട് വരും. അവിടെ ഒരു ഇഞ്ചക്ടർ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഓൾറെഡി ഹൈലി കൺട്രോളബിൾ ഇഞ്ചക്ടേഴ്സ് ഉണ്ട്. അപ്പം ആൾക്കാർ ആലോചിച്ചു, എന്നാൽ നമുക്ക് പെട്രോളിനെ ഇതുപോലെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് ഗുണമായിരുന്നു. കാര്യം പെട്രോൾ എന്ത് ചെയ്യും, നമുക്ക് വേപ്പറൈസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ കാർബറേറ്റർ യൂസ് ചെയ്ത് എയറിന്റെ കൂടെ ചുമ്മാ അങ്ങ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് എയർ ഫ്യൂൽ എന്ന് പറയുന്ന ഒരു വേപ്പർ ആയിട്ട് എഞ്ചിനകത്ത് കയറും, ലിക്വിഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഇതിനെ ഒരു ഇഞ്ചക്ടർ വെച്ച് എയറിന്റെ കൂടെ ഇഞ്ചക്ട് ചെയ്ത്, പക്ഷെ സിലിണ്ടറിന് മുന്നേ കൊടുക്കണം, എന്നാലേ ആ മിക്സിങ് കിട്ടുകയുള്ളൂ. നമ്മൾ എയർ ഫ്യൂൽ മിക്സറിനെയാണ് ആരുമായി ബേൺ ചെയ്യുന്നത്, സ്പാർക്ക് പ്ലഗ് കൊടുക്കുന്നത്. അപ്പം എയർ മിക്സായി വെളിയിൽ വന്ന സിലിണ്ടറിനകത്ത് കയറിയാലേ നമുക്ക് ഏത് വെച്ച് കത്തിക്കാൻ പറ്റൂ, സ്പാർക്ക് വെച്ച്. അപ്പൊ സ്പാർക്കിന്റെ ഇടയിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്യൂൽ ഇഞ്ചക്ടർ വെക്കാൻ പറ്റില്ല. സോ ഈ വരുന്ന വഴി അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻലെറ്റ് മാനിഫോൾഡ്. അപ്പൊ ഈ ഇൻലെറ്റ് മാനിഫോൾഡിനകത്ത് ആരെ വയ്ക്കും, ഇതുപോലെ ഒരു ഇഞ്ചക്ടേഴ്സിനെ വയ്ക്കും. അപ്പൊ ഈ ഇഞ്ചക്ടർ ഈ ഇൻലെറ്റ് മാനിഫോൾഡ് കണ്ടോ, വാൽവ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ വാൽവ് തുറക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏതാണ്, എയർ സ്ട്രീം ഇവിടെ നിന്ന് വരുന്നുണ്ട്. എയർ സ്ട്രീമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഞ്ചക്ടേഴ്സിനെ യൂസ് ചെയ്ത് ഇൻലെറ്റ് മാനിഫോൾഡിൽ തന്നെ എന്ത് കൊടുക്കും, ഇൻലെറ്റ് മാനിഫോൾഡിൽ തന്നെ ഒരു മിക്സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റീനെ എവിടെ വിടുന്നു, സിലിണ്ടറിന്റെ പുറത്ത് വിടുമ്പോൾ നമുക്ക് പെട്രോളിലും എന്ത് ചെയ്യാം,
ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടെക്നോളജി കൊണ്ടുവരാം, ഫ്യൂവലിന് ഭയങ്കര എന്താണ് കൺട്രോളിങ്ങിന് പോസിബിലിറ്റി ഉണ്ടായി. ഓക്കെ, സോ ഫ്യൂവൽ ഇഞ്ചക്ഷൻ യൂസ്ഡ് ഇൻ ഏത് എൻജിൻസ് ആണ്? MPFI എന്ന് പറയുന്നത് ഏതിലാണ്? പെട്രോൾ. ഇത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. CRDA ഡീസൽ, MPFI പെട്രോൾ, EP. ഓക്കെ, മൾട്ടി പോയിന്റിന്റെ ആണ് പെട്രോൾ എന്ന് ഓർക്കുക. ഓക്കെ, മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ. ഇനി ഇഞ്ചക്ടേഴ്സ് ഫോർ ഈ സിലിണ്ടർ MPFI യൂസ് സെപ്പറേറ്റ്. ഇനി മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്തുണ്ട് ഇഞ്ചക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി കമ്പോണൻസ് ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ റെയിൽ, ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ്. എപ്പം നമ്മളൊരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പറയുമ്പോഴും അവിടെ എന്ത് കൊടുക്കണം? പ്രഷർ കൊടുക്കണം. പക്ഷെ ഇത് മറ്റേ ഡീസലിന്റെ പ്രഷറിന്റെ അത്രയും വെരി ഹൈ പ്രഷർ ഒന്നും വേണ്ട. കാര്യം ഈ എഞ്ചിനകത്തല്ല നമ്മൾ കൊടുക്കുന്നത്, ഏതാണ് സിലിണ്ടറിന്റെ വെളിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ലെസ് പ്രഷർ ഇസ് ഇനഫ്. ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ്, ECU. ഓക്കെ, ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ. ECUവിന് സിഗ്നൽ കിട്ടും, കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ പമ്പ് വഴി ഫ്യൂവൽ ചെയ്ത് പ്രിസൈസ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ വിൽ റീച്ച് ദി ഇൻടേക്ക് വാൽവ്. വാൽവിന്റെ പുറത്തെത്തുന്നു, അവിടെ നിന്ന് മിക്സ് ചെയ്ത് ഏതിനകത്തോട്ട് പോകുന്നു? നമ്മുടെ കമ്പഷൻ ചേമ്പറിൽ പോകുന്നു. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ആക്യുറേറ്റ് ഫ്യൂവൽ മീറ്ററിംഗ് ഉണ്ട്, ഇംപ്രൂവ്ഡ് എഞ്ചിൻ പെർഫോമൻസ്, ലോവർ എമിഷൻ, സ്മൂത്ത് ഐഡ്ലിംഗ് ആൻഡ് ക്വിക്ക് സ്റ്റാർട്ടിംഗ്, ബെറ്റർ ത്രോട്ടിൽ റെസ്പോൺസ്. ഡിസഡ്വാൻറ്റേജസ്, കാർബറേറ്റർ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആയി, കോംപ്ലക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് മെയിൻ്റനൻസ്, റിപ്പയർസ് കോസ്റ്റ്ലി ആണ് ബിക്കോസ് ഓഫ് ദിസ് ഏതാണ് ഈ ഒരു സിസ്റ്റം. നെക്സ്റ്റ് നമ്മുടെ ഹൈബ്രിഡ് എഞ്ചിൻ. ഈ ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മളിപ്പം കാണുന്നുണ്ട്, മാരുതിയുടെ തന്നെ ഒരുപാട് കാർസിൽ EV പ്ലസ് പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യും. അതായത് നമ്മൾ സ്ലോ സ്പീഡിൽ പോകുമ്പോൾ ടോർക്ക് കിട്ടാനായിട്ട് ഇലക്ട്രിക് മോട്ടോർ യൂസ് ചെയ്യും. ദെൻ ഒന്ന് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ഏതാണ്? പെട്രോൾ എഞ്ചിൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ലോങ് ഡ്യൂറേഷൻ കിട്ടും. അപ്പൊ ഇച്ചിരി ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ EV ബാറ്ററി ആര് ചാർജ് ചെയ്യും? നമ്മുടെ പെട്രോൾ എഞ്ചിൻ ചാർജ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് മൈലേജ് 20 ഉള്ളത് ഒരു 30+ ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് സിസ്റ്റം. അപ്പൊ ഇതും കുറച്ച് ഗ്രീൻ ആണ്. എന്തുകൊണ്ട്? പൊല്യൂഷൻ കുറയ്ക്കാം. നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും തോറും നമ്മൾ പെട്രോൾ അടിക്കുന്നത് കുറയ്ക്കാം. അതുവഴി നമ്മുടെ NOx കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹൈബ്രിഡ് സിസ്റ്റം പാക്സ് എന്താണ്? ഒരു പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിന്റെയോ കൂടെ നമ്മൾ എന്തും കൂടെ കൊടുക്കും? ഒരു ഇലക്ട്രിക് എഞ്ചിനും കൂടെ കൊടുക്കുന്നു. ഹൈബ്രിഡ് എഞ്ചിൻ കമ്പൈൻസ് 2 ഡിഫറെന്റ് പവർ സോഴ്സസ് അല്ലേ? അതായത് കമ്പഷൻ എഞ്ചിനും ഉണ്ടാവും, ഒരു ഇലക്ട്രിക് മോട്ടോറും ഉണ്ടാവും. പർപ്പസ് എന്താണ്? ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ, എമിഷൻ കുറയ്ക്കാൻ, ബെറ്റർ പെർഫോമൻസ് കൊടുക്കാൻ. ദെൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും ഉണ്ടാവും, ഇലക്ട്രിക് മോട്ടോർ ഉണ്ടാവും, ബാറ്ററി ഉണ്ടാവും, പവർ കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ടാവും. അതായത് സ്ലോ സ്പീഡിൽ ആര് വർക്ക് ചെയ്യും? ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യും. ആക്സിലറേഷനിൽ രണ്ടും കൂടെ വർക്ക് ചെയ്യും. ക്രൂയിസിംഗിൽ മാത്രം പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ നമ്മുടെ IC എഞ്ചിൻ ഉപയോഗിക്കും. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ ഷാഫ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ ആര് ചാർജ് ആവും? ബാറ്ററി ചാർജ് ആവുന്ന ടെക്നിക്കാണ്. അപ്പം ഇറ്റ് വിൽ എൻഷുർ എന്താണ്? ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി, ലോവർ എമിഷൻ, ക്വയറ്റ് ഓപ്പറേഷൻ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ടാവും. ബട്ട് ദ ഇഷ്യൂ ഈസ് എന്താണ്? എക്സ്പെൻസീവ് ആവുന്നു, കോംപ്ലക്സ് ഡിസൈൻ ആവുന്നു, ബാറ്ററി റീപ്ലേസ്മെന്റ് ഹെവിയർ ദാൻ കൺവെൻഷണൽ വെഹിക്കിൾസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കണ്ടോ ഈ വണ്ടിയിൽ ഇരിക്കുന്ന ഫ്രണ്ടിൽ ബാറ്ററി പാക്കും ബാക്കിൽ നമ്മുടെ ഷാഫ്റ്റ് വഴി എന്താണ്? പെട്രോൾ എഞ്ചിൻ വഴി. ഇത് നമുക്ക് എങ്ങനെ വേണേലും കോൺഫിഗർ ചെയ്യാം. ഒരു സൈഡിൽ എഞ്ചിനും മറ്റു സൈഡിൽ നമുക്ക് ഇലക്ട്രിക് മോട്ടോർ യൂസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ഏതാണ്? IC എഞ്ചിൻ. IC എഞ്ചിനിൽ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വർക്കിംഗ് CI/SI എഞ്ചിൻ പഠിച്ചു, 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് പഠിച്ചു, പിന്നെ ഏതാണ്? പാർട്സ് ഓഫ് IC എഞ്ചിൻസ് പഠിച്ചു, CRDA, MPFI ആൻഡ് ഹൈബ്രിഡ് എഞ്ചിൻസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്ത് IC എഞ്ചിൻസ് പഠിച്ചത്. ഇനി അടുത്തത് നമുക്ക് ഏത് പഠിക്കാം? വിൽ സ്റ്റഡി അബൌട്ട് തെർമോഡൈനാമിക് സൈക്കിൾസ്. ഓക്കെ.